ഇത് വിരോധമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ എന്നാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത് അല്ലേ? ഈ ആയത്തിറങ്ങാനുണ്ടായ അവതരണ പശ്ചാത്തലം അറിയുമ്പോഴാണ് ഈ വചനങ്ങളുടെ പ്രസക്തി മനസ്സിലാവുക. എപ്പോഴാണ് ഇത് ഇറങ്ങിയത്, അതിന്റെ കാരണം എന്തായിരുന്നു? പിന്നെ പറയുന്നു, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅകുലൂ ജമീഅൻ ഔ അശ്താതാ. നിങ്ങൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചാലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലും ഒരു വിരോധവുമില്ല. നിങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ, ഒറ്റക്കൊറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചോളൂ, അതും വിരോധമില്ല. فإذا دخلتم بيوتا فسلموا على أنفسكم. നിങ്ങൾ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങളുടെ ശരീരത്തോട് ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞേക്കണം. നിങ്ങളുടെ ശരീരത്തോട്. മുസ്ലിമീങ്ങളായ ആളുകളുടെ പുരക്ക് ചെല്ലുകയാണെങ്കിൽ ആ വീട്ടുകാർ മുസ്ലിമീങ്ങളെങ്കിൽ നിങ്ങളുടെ ശരീരം പോലെ തന്നെയാണല്ലോ അവര്. അവർക്ക് രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറയും. നിനക്ക് രക്ഷ ഉണ്ടാവാൻ നീ ആഗ്രഹിക്കുന്നുവല്ലോ അല്ലേ? അപ്പൊ അവർക്കും നീ സലാം പറയണം. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം വഴിയെ പറയാം ഇൻഷാ അല്ലാഹ്. തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബ. അല്ലാഹുവിൽ നിന്ന് നല്ല ബറക്കത്തുള്ള പരിശുദ്ധമായ സലാം വീട്ടിലേക്ക് കയറുമ്പോ പറഞ്ഞേക്കണം. ആളുള്ള വീട്ടിൽ കയറുമ്പോഴും ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോഴും സലാമുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം ആ സലാം എന്തൊക്കെയാണെന്ന്. കദാലിക യുബയ്യിനുല്ലാഹു ലകുമുൽ ആയാത്ത്. അല്ലാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ വിവരിച്ചു തരികയാണ്. ലഅല്ലകും തഅഖിലൂൻ. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് വ്യക്തമാക്കി തരികയാണ്. യാ അല്ലാഹ്, 61ാമത്തെ ആയത്താണ് നമ്മൾ ഈ ഓതിയത്. ഒരായത്ത്. അത് അവതരിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? എന്തുകൊണ്ട് അങ്ങനെ ഒരായത്ത് അവതരിച്ചു? യഖൂലുൽ ഉലമാ. ഉലമാക്കൾ പറയുന്നത്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ ഒരു ആയത്ത് ഇറങ്ങിയപ്പോഴാണ് സ്വഹാബത്തിന് ഒരു പേടി വന്നത്. എന്താണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ. ഈമാനുള്ളവരെ, അല്ലാഹുവിൽ വിശ്വാസമുള്ളവരെ, ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ബാത്തിലിൽ അന്യായമായിട്ട് നിങ്ങൾ തിന്നാൻ പാടില്ല. മറ്റുള്ളവന്റേതെന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നത്, പക്ഷെ നിങ്ങളുടേത്. ജ്യേഷ്ഠന്റേതാന്ന് നശിപ്പിക്കേണ്ട, അനിയന്റെ എന്ന് പറഞ്ഞ് നശിപ്പിക്കല്ല, മറ്റൊരാളുടെ വീടാണ് നശിപ്പിക്കല്ല, അത് നിന്റേതെന്ന് വിചാരിക്ക്. നിങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നരുത് എന്ന് ആയത്തിറങ്ങിയപ്പോ സ്വഹാബത്ത് ആലോചിച്ചു, യാ അല്ലാഹ്, അന്യായമായി തിന്നരുത് എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന്റെയും അനുജന്റെയും വീട്ടിലൊക്കെ പോയിട്ട് നമ്മളങ്ങ് തിന്നുന്നില്ലേ? ഒരാളുടെ സമ്പത്തിൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം അയാളുടെ ഭക്ഷണമാണല്ലോ. അപ്പോ ഈ ഭക്ഷണം കഴിക്കൽ ബാത്തിലായിട്ട് തിന്നരുത് എന്ന് പറഞ്ഞിൽ പെടൂലേ? പ്രച്ചോനെ അവർക്ക് പൊരുത്തുണ്ടാവോ? അമ്മായിയെന്ന് പറഞ്ഞ് എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് എടുത്ത് തിന്നെയാണ്. അമ്മായിയുടെ ഭക്ഷണല്ലേ, അവർക്ക് പൊരുത്തുണ്ടോ? അമ്മായിയുടെ സമ്മതമുണ്ടോ? ഇതൊന്നും നമ്മൾ ചോദിക്കുന്നില്ലല്ലോ. പടച്ചോനെ, ഇത് അനുവദിക്കപ്പെടുമോ എന്ന് സ്വഹാബത്ത് പേടിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ഈ ആയത്ത് കുഴപ്പമില്ല കേട്ടോ. ഈ കുഴപ്പമില്ല എന്ന് പറയുന്ന ആയത്തുകൾക്കൊക്കെ അവതരണ പശ്ചാത്തലങ്ങളുണ്ട്. ഉംറക്ക് പോകുമ്പോ സഅയ്, സഫാ മർവന്റെ ഇടയിൽ നമ്മൾ നടക്കണം, സഅയ് ചെയ്യണ്ടേ? ആ സഅയ് ചെയ്യണം എന്ന് പറഞ്ഞ ആയത്ത് ഏതാ? എവിടുന്നാ സഅയ് വേണമെന്ന് കിട്ടിയത്? ഇന്നസ് സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി. ഇവിടൊക്കെ പറഞ്ഞതാ ലാ ജുനാഹ. ഹറജ് പ്രയാസല്ല, ജുനാഹ് അതേ അർത്ഥത്തിലാണ്. فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. ഹജ്ജിന് ഉംറക്കോ വന്നാൽ സഫാ മർവന്റെ ഇടയിൽ നടക്കുന്നതിന് വിരോധമില്ല. നേരെ പരിഭാഷ വായിച്ച പടച്ചോനെ, ഈ ഉസ്താദ്മാര് വെറുതെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി നടത്തിയത്. വിരോധമില്ല എന്നല്ലേ ഉള്ളൂ, റൂമിലിരുന്നാലും കുഴപ്പമില്ലല്ലോ. തവാഫൊക്കെ നമുക്ക് നടക്കുന്നുണ്ട്, സഅയിലാണ് കുഴങ്ങൽ അല്ലേ? നമ്മൾ പകുതി എത്തുമ്പോഴേക്കും തളർന്ന്, പിന്നെ അന്ന് 7 വേണ്ടിന 3 മതിയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. യാ അല്ലാഹ്, കുഴപ്പമില്ല എന്നല്ലേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയൊക്കെ അർത്ഥം കണ്ടെത്തുന്ന കാലാണിത്. പരിഭാഷ വായിച്ചിട്ടുള്ള മസല പറയാണ്. സുബ്ഹാനല്ലാഹ്. ഹദീസിനെ കണ്ടിട്ട് അങ്ങോട്ട് പറയാണ് ഫിഖ്ഹിന്റെ മസലകൾ. അവിടെ കുഴപ്പമില്ല എന്ന് തന്നെയാണ് വാക്യം. അത് അവതരിക്കാനുണ്ടായ കാരണം എന്താ? ജാഹിലിയ്യ കാലത്ത് അവിടെ 2 ബിംബങ്ങൾ ഉണ്ടായിരുന്നു. ഇസാഫ്, നായില എന്ന് പറഞ്ഞ 2 ബിംബങ്ങൾ.
അത് രണ്ട് മനുഷ്യന്മാരെ അള്ളാഹു പിടിച്ച് ഖരമാക്കി ഉറപ്പിച്ചതാണെന്നാണ്. ഒരാണും ഒരു പെണ്ണുമാണ്. ഇസാഫ് നായില രണ്ടുപേരും കാബന്റെ ഉള്ളിൽ ചെന്നിട്ട് വ്യഭിചരിച്ചവരാ ജാഹിലിയ്യ കാലത്ത്. അള്ളാഹു അവരെ പിടിച്ച് അങ്ങോട്ട് ഉറപ്പിച്ചു നിർത്തി. ആ അവസ്ഥയിൽ അവരങ്ങോട്ട് ഉറച്ചുപോയി, കല്ല് പോലെ ആയിപ്പോയി. അവരെടുത്ത് കൊണ്ടുപോയി ഒന്ന് സഫന്റെ മുകളിൽ വെച്ചു, ഒന്ന് മറുവന്റെ മുകളിൽ വെച്ചു. പിൽക്കാലത്ത് വന്നവർ ഈ വ്യഭിചരിച്ച ആളുകളാണ് ഇതൊന്നും അറിയാതെ അവരൊക്കെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി, അവരൊക്കെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇസ്ലാമിന്റെ മുമ്പ് അവർ എന്ത് ചെയ്യുന്നു? സഫാ മറുവന്റെ മുകളിൽ പോകുന്ന എന്തിനാ? ഈ ബിംബത്തെ പൂജിക്കാനാ. ഇസാഫു നായിലി ആരാ ഈ ബിംബങ്ങൾ? മുമ്പ് തോന്നിവാസം ചെയ്ത ആൾക്കാർ. യാ അല്ലാഹ്. അപ്പൊ സ്വഹാബത്തിന് ബേജാറായി, നബിയെ തവാഫ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾ അവിടെ മുമ്പ് പോയത് ആ ബിംബാരാധനക്ക് പോയതല്ലേ, ഭയങ്കര വിഷമം നബിയെ. അതൊക്കെ എടുത്തു കളഞ്ഞില്ലേ? അള്ളാഹുവിന്റെ റസൂൽ അത് ശുദ്ധിയാക്കിയില്ലേ? ഇസ്ലാം വന്നില്ലേ? നിങ്ങളുടെ കൽബിൽ ഈമാൻ ഉണ്ടായില്ലേ? ആ ബിംബങ്ങളൊക്കെ നീക്കിക്കളഞ്ഞില്ലേ? ഇനി തവാഫ് അതോ ആ മനസ്സിലെ പ്രയാസത്തിനൊന്നൊരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ തവാഫ് സഅയ് ചെയ്തോളി, സഫാ മറുവിന്റെ ഇടയിൽ നിങ്ങൾ പോയിക്കോളി. പണ്ടത്തെ ആ ഓർമ്മ കൊണ്ടൊരു പ്രയാസമൊക്കെ ഉണ്ട്, അതിനൊന്നും സാരല്ല. ഇതാണ് പറഞ്ഞതിനർത്ഥം. ആ സാരല്ല എന്ന് പറഞ്ഞത് മനസ്സിലെ ഈ തോന്നലിന് കുഴപ്പമില്ല. അതുപോലെ ഇവിടെ പറയാൻ, അള്ളാഹുവെ എന്റെ സമ്പത്ത് എനിക്ക് അനുവദിക്കപ്പെട്ടതാണ്, പക്ഷേ ഞാൻ അല്ലാത്ത മറ്റാളുകളുടെ സ്വദീഖ് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുന്നു, അവിടുന്ന് അങ്ങനെ എടുത്തു കുടിക്കുന്നു, എടുത്തു ഭക്ഷിക്കുന്നു. പടച്ചോനെ, ഇതൊക്കെ അവർക്ക് തൃപ്തിയില്ലെങ്കിൽ എനിക്ക് അനുവദിക്കപ്പെടുമോ? ഹലാൽ ഹറാമിനെ കുറിച്ചുള്ള ചിന്തയാണ്. മഹാനായ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ കൂടെ ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കൂല എന്നാ. ആളുകൾ ചോദിച്ചു, മഹാനവറുകൾ നിങ്ങൾ എന്താ ഉമ്മാന്റെ കൂടെ? വജലൻ, പേടിയാണ്. എന്ത്? ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, അതാണല്ലോ ഇസ്ലാമിന്റെ ആ ഒരു തനതായ സുന്നത്ത്. പടച്ചോനെ, അപ്പൊ ഉമ്മി ഞാൻ ഇരിക്കുമ്പോ ഞാൻ എടുക്കുന്നത് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഒരു കഷ്ണാണെങ്കിൽ പടച്ചോനെ അത് ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കലാവൂലേ? കോയിന്റെ കാല് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, അത് അലയാക്കെടുത്ത് തിന്നാൽ കുട്ടിക്ക് ബേജാറായില്ല. അപ്പൊ ഉമ്മാക്ക് തൃപ്തിപ്പെട്ട എന്തെങ്കിലും ആ പ്ലേറ്റിൽ ഉണ്ടെങ്കിൽ ഞാനത് എടുത്ത് തിന്നാൽ എന്റെ ഉമ്മയോട് ഞാൻ ചെയ്യുന്ന അപമര്യാദയാവൂലേ? അതുകൊണ്ട് ഉമ്മാക്ക് എല്ലാ ഖിദ്മത്തും ചെയ്യുന്ന മഹാനവറുകൾ ഒരു പ്ലേറ്റിൽ നിന്ന് ഉമ്മാന്റെ കൂടെ കഴിക്കൂല. എന്റെ ഉമ്മയോടുള്ള ബഹുമാനം കൊണ്ട്. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തെ ഹലാലും ഹറാമും നോക്ക്, വെറുതെ കിട്ടുന്നതൊക്കെ ഭയങ്കരമായിട്ട് മനുഷ്യന്മാര് എടുത്തു നിന്ന കാലാണ് അല്ലെ. ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ വലിയ പണിയാണ് അല്ലെ. അശ്അബ് ഇബ്നു ജുബൈർ എന്ന് പറഞ്ഞ തുമ്മാഉൽ അറബ്, അറബികളിൽ ഏറ്റവും വലിയ തീറ്റപ്രിയനായിരുന്ന ഒരാളുണ്ടായിരുന്നു. താബീങ്ങളുടെ കാലത്ത് ജീവിച്ചു പോയ ആളാണ്. അദ്ദേഹം കിണറ്റിൽ വീണപ്പോഴാണ് ആൾക്കാർ മുഴുവനും കൈ കൊടുത്തത്. ആ കൈയൊന്ന് പിടിച്ചു കയറ്റി തരാൻ കൈ കൊടുക്കൂല ഇയാൾ. കൈ കൊടുക്കണ, കൈ തന്നാലല്ലേ ഒന്ന് പിടിച്ചു ഒന്ന് പുറത്തിറക്കാൻ എടുക്കാൻ പറ്റുള്ളൂ. അശ്അബ് ഇബ്നു ജുബൈർ കൈന്ന് താന്ന് പറഞ്ഞ് എല്ലാരും മാറി മാറി വിളിച്ചിട്ടും കൈ കൊടുക്കണില്ല. അതിലൊരുത്തന് തോന്നി, ഇത് തുമ്മാഉൽ അറബാണല്ലോ, ഏറ്റവും വലിയ അത്യാർത്ഥിയുള്ള മനുഷ്യനാണ് ഈ കിണറ്റിൽ വീണ്ടിരിക്കുന്നത്. അപ്പൊ ഒരാൾ വന്നിട്ട് എന്റെ കൈ ഇങ്ങോട്ട് പിടിച്ചോ എന്ന് പറഞ്ഞു. അതിൽ കൊടുത്തു. കൈ പിടിച്ചോന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടുകയാണല്ലോ, ഞങ്ങൾക്ക് കൊടുത്തു പരിചയമില്ല. സുബ്ഹാനല്ലാഹ്. കൈ ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് കൊടുക്കണില്ല, കൊടുത്തു പരിചയമില്ല, ഇങ്ങോട്ട് കിട്ടിയിട്ടേ ഒക്കെ പരിചയമുള്ളൂ. അങ്ങനെ കിണറ്റുന്ന കാര്യം മനുഷ്യനാണ് ഈ അശ്അബ് ഇബ്നു ജുബൈർ എന്ന് പറഞ്ഞ മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്. ആളുകളുടെ ഹക്കിനെ സംബന്ധിച്ച് നമ്മുടേതാണ്ട് പോയാലും മറ്റുള്ളവന്റേത് ഇങ്ങോട്ട് വേണ്ട. ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. ദീൻ എന്ന് പറയുന്നത് 4 എണ്ണമാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇസ്ലാം നിസ്കാരം നോമ്പ് മാത്രമല്ല, ഇസ്ലാം പൂർത്തിയാവണമെങ്കിൽ 4 കാര്യങ്ങൾ ശരിയാവണം. ഒന്ന് അൽ അഖീദ, നമ്മുടെ വിശ്വാസ കാര്യം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അഖീദ എന്താണ്? മലക്കുകളെ കുറിച്ച്, ജിന്നുകളെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, ആഖിറത്ത്, നമ്മുടെ അഖീദ ശരിയാവണം. 2 അൽ ഇബാദാത്ത്, നമ്മുടെ ഇബാദത്തുകൾ ശരിയാവണം. 3 അൽ അഖ്ലാഖ്, മനുഷ്യന്റെ സ്വഭാവം. 4-മത്തേത് അൽ മുആമലാത്ത്, നമ്മുടെ ഇടപാടുകൾ, കച്ചവടം, വിൽക്കല്, വാങ്ങല്. ഇതിലെല്ലാം അല്ലാഹുവിനെ അനുസരിക്കുമ്പോഴേ ഇസ്ലാം പൂർത്തിയാകുള്ളൂ. 4 എണ്ണമാണ് ഇസ്ലാം: അഖീദ, ഇബാദത്ത്, അഖ്ലാഖ് വൽ മുആമലാത്ത്. നോമ്പ് നോൽക്കണം, നിസ്കരിക്കണം, സകാത്ത് കൊടുക്കണം എന്ന് തുടങ്ങി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ അല്ലാഹു വ്യക്തമാക്കി പറഞ്ഞ ആയത്തുകൾ 150 ആണ്. പക്ഷെ 350-ലേറെയാണ് സ്വഭാവം നന്നാക്കണം എന്ന് പറഞ്ഞ ആയത്തുകൾ. നേരെ ഡബിളാണ്. അപ്പോ ഇസ്ലാം ഭയങ്കരമാണ്. നമ്മൾ വിചാരിച്ചതിനൊക്കെ അപ്പുറത്താണ്. സത്യവിശ്വാസികളായ സ്വഹാബത്ത് വിചാരിക്കേണ്ട, പടച്ചവനെ ഞാൻ ഇങ്ങനെ അന്യന്റെ ഭക്ഷണം തിന്നുന്നത് പോലെ ആവില്ലേ എന്റെ ജ്യേഷ്ഠന്റെ, എന്റെ സഹോദരിയുടെ പുരയിൽ പോയി തിന്നാൽ. അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടാകുന്ന സമയം, കണ്ണൂരാ ഭാഗത്തൊക്കെ അങ്ങനെ കുറെ ഉണ്ട്, വീട്ടുകാരൊക്കെ ഒരുമിച്ച് താമസിക്കുന്നവര്. പയ്യന്നൂരാ ഭാഗത്തൊക്കെ, രാമന്തളിക്കാരൊക്കെ ഉണ്ടോ? അതൊക്കെ ധാരാളം കാണാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്.
അപ്പോ പെരക്കാരോട് പറയാ, ഇന്ന് രാവിലെ ഒന്നും വെച്ചേക്കണ്ട, ജ്യേഷ്ഠന്റെ അവിടെ നിന്ന് നാഷ്ത. ഉച്ചക്ക് ഒന്നും വെക്കണ്ട, അത് മറ്റേ ജ്യേഷ്ഠന്റെ അടുത്തുനിന്ന്. വൈകുന്നേരത്തെ ചായ പെങ്ങളെടുത്തുനിന്ന്. ഇങ്ങനെ ഒരാൾ ലാക്കിന് നിന്നാൽ ഇത് എനിക്ക് ഹലാലാകുമോ ഇല്ലയോ? നമ്മൾ ശരിക്കും ഒരു വലിയ വളരെ വളരെ മൈന്യൂട്ടായ ഒരു വിഷയമാണ് ചർച്ച കേട്ടോ. നമ്മളത് ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കുക. തുടങ്ങുന്നു, ലൈസ അലൽ അഅമാ ഹറജുൻ, കണ്ണ് കാണാത്ത ആൾക്ക് വിരോധമില്ല. വലാ അലൽ അറജ് ഹറജുൻ, മുടന്തനായ മനുഷ്യനും കുഴപ്പമില്ല. വലാ അലൽ മരീദ് ഹറജുൻ, രോഗിയായ മനുഷ്യനും വിരോധമില്ല. വലാ അലാ അൻഫുസികും, നിങ്ങൾക്ക് തന്നെയും വിരോധമില്ല. അൻ തഅകുലൂ മിൻ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് തിന്നുന്നതിന് വിരോധമില്ല. എന്തേ നിങ്ങളുടെ വീട്ടിൽ നിന്ന്? അതിനിപ്പോ സമ്മതം വേണോ? ആ പറഞ്ഞതിന്റെ ഉദ്ദേശം മകനും മകളും ഇവിടെ പറഞ്ഞോ? ഇല്ല. മകന്റെ പൊരയിന്ന് മകളുടെ പൊരയിന്ന് പറഞ്ഞോ ഇവിടെ? ഇല്ല. അങ്ങ് ശ്രദ്ധിച്ചില്ലേ? ആരുടെ വീട്ട്? നിങ്ങളുടെ വാപ്പയുടെ, ഉമ്മയുടെ, സഹോദരന്റെ, സഹോദരിയുടെ, അമ്മായിയുടെ അമ്മ ഒക്കെ പറഞ്ഞു. മകനും മകളും പറഞ്ഞോ? ആ പറഞ്ഞതാണ് ഈ വാക്ക്, മിൻ ബുയൂതികും, നിങ്ങളുടെ മകനും മകളും നിങ്ങളുടെ വീട് തന്നെയാണ്. അതിന് കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം. അതിനാണ് നിങ്ങളുടെ വീട്. മക്കളെ പറയേണ്ട സ്ഥാനത്ത് ആ മക്കൾ എന്ന് പറഞ്ഞില്ല. മനഃപൂർവ്വം അള്ളാഹു ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ മകൻ, നിങ്ങൾ. ഫഇന്ന വലദഹു മിൻ കസ്ബിഹി, ഒരാളുടെ മക്കൾ എന്ന് പറയുന്നത് അയാളുടെ അധ്വാനം തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എന്താണ് കണ്ണുപൊട്ടന്മാരെ കുറിച്ച് ഇവിടെ പറഞ്ഞത്? മുടന്തന്മാരെ കുറിച്ച് പറഞ്ഞു, രോഗികളെ കുറിച്ച് ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ജാഹിലിയ്യ കാലത്ത് പ്രയാസം ഉണ്ടായിരുന്നു. ആളുകൾ ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഒന്നുമല്ല, കണ്ണു കാണാത്ത ഒരാൾ വന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരുപക്ഷെ അയാളുടെ കൈ ഭക്ഷണത്തിൽ തളികയിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞു പോയേക്കും അല്ലേ? അയാൾക്കുടെ ഭക്ഷണം കഴിക്കുമ്പോ വസ്ത്രത്തിൽ ഭക്ഷണം വീണെന്ന് വരും. താടിയിലോ മുടിയിലോ മീശയിലോ ഒക്കെ ഭക്ഷണത്തിന്റെ അംശങ്ങൾ പറ്റിപ്പിടിച്ച് കണ്ണ് കാണാത്ത ആളല്ലേ? അള്ളാഹു അദ്ദേഹത്തെ കണ്ണെടുത്ത് പരീക്ഷിച്ചതാണ് അല്ലേ? അള്ളാഹു ഒരു മനുഷ്യന്റെ ഹബീബത്തെ, വളരെ പ്രിയപ്പെട്ട രണ്ടെണ്ണം അള്ളാഹു കൊണ്ടുപോയാൽ രണ്ട് കണ്ണുപോയ മനുഷ്യൻ അള്ളാഹുവിനെ ആലോചിച്ച് ക്ഷമിച്ചാൽ അതിന് പകരം സ്വർഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിന്റെ കാഴ്ചങ്ങൾ നഷ്ടപ്പെട്ടാൽ അള്ളാഹുവിനെ വിചാരിച്ച് കൂലി ആഗ്രഹിച്ചാൽ അതിന് സ്വർഗമാണ് പ്രതിഫലം. അപ്പോ കണ്ണുപൊട്ടന്മാരുടെ കൂടെ അന്ന് ജാഹിലിയ്യ കാലത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കൂല. മുടന്തന്മാർ, രോഗികൾ, മുടന്തന്മാരുടെ വിഷയം, അവർ ഇരിക്കുകയാണെങ്കിൽ കാലൊന്ന് നീട്ടിവെക്കേണ്ടി വരും അവർക്ക്. അപ്പൊ അടുത്തിരിക്കുന്ന ആൾക്കൊരു പ്രയാസം തോന്നും. എന്നാൽ പ്രയാസം തോന്നരുത്, അതാണ് ഈ പറഞ്ഞത്. കണ്ണുപൊട്ടനായ ആളാണ് ഭക്ഷണം കഴിക്കുന്ന. റമദാനൊക്കെ വരുന്നുണ്ട്, കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ടെന്റുകളൊക്കെ അല്ലേ? അവിടെ രോഗികൾ വരും, കാലിന് സുഖമില്ലാത്തവർ വരും, കണ്ണു കാണാത്തവർ വരും, മുഷിഞ്ഞ വസ്ത്രട്ട ആളുകൾ വന്നു വരും. ഒന്നും തോന്നണ്ട, അവർക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കുന്നു വിചാരിക്കുക. നീ ക്ഷമിക്ക്. അള്ളാഹു എല്ലാം ആഫിയത്തിൽ പടച്ചിട്ടുള്ള നിന്റെ മനസ്സിൽ അള്ളാഹു പരീക്ഷിച്ചവരെ സംബന്ധിച്ച് ഒരു മോശമായ വിചാരം തോന്നാൻ പാടില്ല. അവര് രോഗികളല്ലേ, അവര് മുടന്തന്മാരല്ലേ, അവർ കണ്ണില്ലാത്തവരെ അള്ളാഹു അവരെ പരീക്ഷിച്ചിട്ടില്ലേ? അതുകൊണ്ട് നിനക്ക് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു പ്രയാസവും തോന്നരുത് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഒരു പേജങ്ങ് പറഞ്ഞു പഠിപ്പിക്കുന്ന ആശയം ഇതാണ്. രോഗികളെ കുറിച്ച് കാണുമ്പോ മോശമായ ആരാണ് രോഗം അള്ളാഹുവിനോട് വേണമെന്ന് ചോദിച്ചത്? നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടാണോ രോഗം വന്നത്? അല്ല. കണ്ണുപൊട്ടന്മാരായി അന്ധന്മാരായി ജനിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പിന്നീട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവർ, അവർ അള്ളാഹിനോട് ചോദിച്ചതാണോ എന്റെ കണ്ണ് വേണ്ടാന്ന്? അല്ല, അള്ളാഹു അവരെ ഇബ്തലാ, അള്ളാഹു പരീക്ഷിച്ചതല്ലേ. കാലിന് മുടന്ത് ആർക്കാണ് അങ്ങനെ ജനിക്കാൻ ആഗ്രഹം? അവരുടെ പണിയാണോ അത്? ഖാലിഖായ അള്ളാഹുവിന്റെ പണി. എന്തിനാ കുറച്ചാളുകൾ അള്ളാഹു ഇങ്ങനെ ആക്കുന്നത്? ബഹുഭൂരിപക്ഷം ആളുകളും കണ്ണുപൊട്ടന്മാരാണോ? അല്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ 99% ആളുകളും പെർഫെക്റ്റ് ക്രിയേഷൻ ആണ്. പക്ഷെ 1% അള്ളാഹു തആല ചില വിടവുകൾ ഇങ്ങനെ കൊടുക്കും. എല്ലാവർക്കും ഹാർട്ട് ക്ലിയറാ, ചില ആൾക്ക് ഒരു പ്രശ്നം, കണ്ണിനൊരു പ്രശ്നം, ചെവിക്കൊരു പ്രശ്നം, കാലിന് കയ്യിന് വിരലുകൾക്ക്. എന്തേ? ഇതുണ്ടാകുമ്പോഴാണ് ഈ നിഅമത്തിന്റെ വില മനസ്സിലാവുള്ളൂ. ആ നഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൂലി വേറെ കൊടുക്കുന്നതിന് പകരം. പക്ഷേ ഇതെല്ലാം പൂർണ്ണതയിൽ പടക്കപ്പെട്ട മനുഷ്യന് ഈ പൂർണ്ണതയുടെ വില അറിയണമെങ്കിൽ അപൂർണം അവന്റെ ഇടയിൽ മരിക്കുമ്പോഴേ ജീവന്റെ വില മനസ്സിലാവുള്ളൂ. പ്രായാധിക്യം വരുമ്പോഴാണ് ചെറുപ്പക്കാരുടെ വില മനസ്സിലാവുക. എന്റെ യൗവനം, യാ അല്ലാഹ്,
പ്രായമുള്ളവരെ കാണുമ്പോൾ ചെറുപ്പക്കാരെ വിചാരിക്കണം, ഞാൻ അങ്ങോട്ട് എത്താൻ പോകുന്ന ആളാണ്. എല്ലാരും ഒരു ദിവസം ഒരു കാലഘട്ടത്തിൽ ജീവിപ്പിച്ച് കോടാനുകോടി മനുഷ്യരെ ഈ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഇങ്ങനെ കൊണ്ടുവരാതെ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മനുഷ്യരെ ഒരു 100 കൊല്ലത്തിനടക്ക് അല്ലാഹു എല്ലാവരും ഒരുമിച്ച് പടച്ചു, ഒരുമിച്ച് അങ്ങ് മരിപ്പിച്ചു എന്ന് വിചാരിക്കുക. അല്ലാഹു അങ്ങനെ ചെയ്തുകൂടായിരുന്നോ? ഉലമാ അത് തഫ്സീറുകളിൽ ചർച്ച ചെയ്തു. അള്ളാഹുവിന് അത് ചെയ്യാമായിരുന്നില്ലേ? പക്ഷെ എന്താ നടക്കുന്നത്? കുറെ കൂട്ടർ ജനിക്കുന്നു, കുറെ മരിക്കുന്നു, കുറെ ചെറുപ്പക്കാർ, കുറെ കൊച്ചുമക്കൾ, കുറെ ഗർഭിണികളായ പെണ്ണുങ്ങൾ, ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ, കുറെ പ്രായമുള്ളവർ, അങ്ങേയറ്റം പ്രായം ചെന്നവർ, കുറെ മരിക്കുന്നവർ. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ പടക്കുന്നത്. ഇതൊന്നും എല്ലാവരും ഒപ്പം മരിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും മരണം എന്താണെന്ന് അറിയോ? എല്ലാവരും ഒരുമിച്ചെണ്ണം മുളച്ചതാണ്. ജന്മം എന്താണെന്നറിയോ? വാർദ്ധക്യത്തിന്റെയും യൗവനത്തിന്റെയും വ്യത്യാസങ്ങൾ അറിയുമോ? ഇല്ല. അള്ളാഹു ഇതൊക്കെ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. എന്തിന്? അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധം വരാൻ, അവനവനെ കുറിച്ച് ബോധം വരാൻ. അതുകൊണ്ട് ലൈസ അലൽ അഅമാ ഹറജുൻ, കണ്ണുപൊട്ടനെ കാണുമ്പോൾ നിങ്ങൾ ആരും മനസ്സിൽ ഒരു നിലക്കും ഒരു വെറുപ്പും വിചാരിക്കരുത്. അവരുടെ വസ്ത്രത്തിലൊക്കെ അഴുക്കുണ്ടെന്ന് വരും, അവരുടെ താടിയിലും അവരുടെ മുഖത്തൊക്കെ എന്തെങ്കിലും ഭക്ഷണം പറ്റിപ്പിടിച്ചെന്ന് വരും. മുടന്തന്മാർ വന്ന് അരികത്ത് ഇരിക്കുമ്പോ ഒരു പ്രയാസവും തോന്നരുത് അവരുടെ അരികത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. അള്ളാഹു അവരെ പരീക്ഷിച്ചവരാണ്. രോഗികൾ, ചില രോഗം നമുക്ക് പ്രയാസമായിട്ട് തോന്നും, വളരെ ഇഷ്മിഇസാസ്, ഒരു തരത്തിൽ നമുക്ക് ഡിസ്കസ്റ്റിംഗ് എന്ന് പക്ഷേ തോന്നാൻ പാടില്ല. അള്ളാഹു കൊടുത്ത പരീക്ഷണല്ലേ, തോന്നരുത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തിൽ നമുക്കൊരു ദുആ പറഞ്ഞു. മൻ റആ മുബ്തലൻ, പരീക്ഷണത്തിൽപ്പെട്ട ഒരാളെ നമുക്ക് കാണാൻ ഇടയായാൽ, കൈയില്ലാത്ത ഒരാൾ, കാലില്ലാത്ത ഒരാൾ, കണ്ണുപോയ ഒരാൾ, കേൾവില്ലാത്ത, ശബ്ദിക്കാൻ പറ്റാത്ത ആൾ, ഇത്തരക്കാരൊക്കെ നമ്മൾ കാണൂലേ ജീവിതത്തിൽ? അവരെ കാണുമ്പോൾ ആരെങ്കിലും ഈ ദുആ പറഞ്ഞാൽ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീലാ. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീലാ. അല്ലാഹുവേ, നിനക്ക് സ്തുതി പടച്ചവനെ. അല്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി, അല്ലാഹു നിനക്ക് ഏതൊരു പരീക്ഷണം തന്നോ ആ പരീക്ഷണം എനിക്ക് സംഭവിക്കാതെ അള്ളാഹു എന്നെ കാത്തുവല്ലോ. ഒരുപാട് അള്ളാന്റെ സൃഷ്ടികളെക്കാളും അള്ളാഹു എന്നെ ബഹുമാനിച്ചുവല്ലോ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ലം യുസിബ്ഹു ദാലികൽ ബലാ, ആ മനുഷ്യന് വന്ന ബലാ ഇയാൾക്ക് വരികയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുആ പഠിക്കുക. അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി, നിന്നെ അല്ലാഹു പരീക്ഷിച്ചുവല്ലോ, അത് എന്നെ പരീക്ഷിച്ചില്ലല്ലോ. അൽഹംദുലില്ലാഹ്. ഈ ദുആ പറയുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആരുടെ മുമ്പിലാണോ പറയുന്നത് ആ ആളിത് കേൾക്കാൻ പാടില്ല. ആളിത് കേൾക്കുമ്പോൾ മനസ്സ് വേദനിക്കൂലേ? പടച്ചോനെ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. യാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി. ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ എത്ര പറയേണ്ടി വരും. ഓരോ വാർഡിലും അല്ലെ, നമ്മൾ രോഗികളെ കാണാൻ ചെല്ലുമ്പോ നമ്മൾ നമ്മുടെ ബന്ധുക്കളെ മാത്രം ചെന്നിട്ട് ആ റൂം നമ്പർ മാത്രം നോക്കി അവിടെ കണ്ട് അവിടെ നിന്ന് തിരിച്ചു, അപ്പുറം ഒന്നും നോക്കൂല അല്ലേ? അങ്ങനെയാണ്. എത്ര റൂം നമ്പർ, ബെഡ് നമ്പർ എത്രയാന്നാ ചോദിക്കുക. എന്നിട്ട് നേരെ സ്ട്രൈറ്റ് ഇപ്പുറത്തൊക്കെ രോഗികളില്ലേ, അവരോട് അസ്സലാമു അലൈക്കും, എന്തെങ്കിലുമൊക്കെ സഹായം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കുക, ഒരു നല്ല വാക്ക് പറയാ, ശുശ്രൂഷിക്കാൻ ആരെങ്കിലും കൂടണ്ടോ, എന്തെങ്കിലും ചെയ്തു തരണോ, കഴിയുന്ന ആളുകൾ അത് ചെയ്യണം. മറ്റുള്ള രോഗികളെ അവരെ കാണുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്ത് ഓർമ്മ വരും. മുഅ്മിനെ, നമുക്കിപ്പോ ശമ്പളം കുറഞ്ഞതിന്റെ കുഴപ്പമേ ഉണ്ടാവുള്ളൂ, നമുക്ക് തൊലി നിറല്ലാത്തതിന്റെ കുഴപ്പമേ തോന്നുള്ളൂ. സഹോദരിമാർ ആലോചിക്കുക, അള്ളാഹു മുസീബത്ത് കൊണ്ട് അള്ളാഹു പരീക്ഷിച്ച ആളുകൾ എന്താണ്, രോഗികളുടെ അവസ്ഥകൾ എന്തൊക്കെയാണ്. അള്ളാഹു എനിക്ക് എന്നെ സലാമത്ത് നൽകിയല്ലോ റബ്ബേ. വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല, നീ പടച്ച സൃഷ്ടികളിൽ ഒരുപാട് സൃഷ്ടികളെക്കാളും എനിക്ക് നീ ബഹുമാനവും ആദരവും തന്നുവല്ലോ അല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് വന്ന മുസീബത്ത് ഈ ദുആ ചൊല്ലി ആൾക്ക് വരികയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണില്ലാതെ ജനിച്ചവര്, കണ്ണുള്ളവന്റെ കണ്ണ് കാഴ്ച പോകൂലേ? തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അത് വരുമ്പോ ശിക്ഷയാണ്. പക്ഷെ നന്മ ചെയ്യുന്ന ആളുകൾക്ക് അത് വരുമ്പോ അള്ളാഹു അവർക്ക് ഒരുപാട് കൂലി ഒറ്റയടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്നതിനർത്ഥം. അതുകൊണ്ട് ലൈസ അലൽ അഅമാ ഹറജുൻ, കണ്ണ് കാണാത്ത ആളുകളെ കുറിച്ച് ഒന്നും മനസ്സിൽ തോന്നലുകൾ അരുതാത്തത്, അവരെ പറ്റി ഒരു വെറുപ്പ് തോന്നാൻ പാടില്ല. കാലിന് മുടന്തുള്ളവർ, അസുഖമുള്ളവർ, വലാ അലാ അൻഫുസികും അൻ തഅകുലൂ മിൻ ബുയൂതികും. യാ അല്ലാഹ്, അല്ലാഹു തആല പറയാണ്,
നിങ്ങൾക്കും വിരോധമില്ല അൻ തഅകുലൂ മിൻ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് തിന്നുന്നതിന് വിരോധമില്ല. അപ്പൊ സ്വഹാബത്ത് ചിന്തിച്ചു, പടച്ചോനെ, മകൾ അവരുടെ പുരയിന്ന് പോയി തിന്നാൽ അത് അവർക്ക് പൊരുത്തപ്പെടുമോ? ഈ പറഞ്ഞ ആയത്തുകളെല്ലാം നമ്മൾ പരിശോധിക്കുക. ഈ ആയത്തിൽ ഉമ്മയുടെ സഹോദരി, ഉമ്മയുടെ സഹോദരൻ, വാപ്പയുടെ സഹോദരൻ, വാപ്പയുടെ സഹോദരി, നമ്മുടെ പിതാക്കന്മാരുടെ വീട്, മകന് പിതാവിന്റെ വീട്, അത് വേറെ തന്നെയാണ്. ഉമ്മയുടെ വീട് അങ്ങനെ കണ്ട, ഉമ്മാക്ക് പൈസക്കുള്ള ഒരു ഉമ്മയാണ്, ഉമ്മ സ്വന്തം ഒരു പുര വെച്ചിട്ടുണ്ട്, വാപ്പാക്ക് വേറെ വീടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉമ്മയും വാപ്പയ്ക്ക് ഒരുമിച്ചാണ് താമസിക്കുന്നത്. അൽഹംദുലില്ലാ, കുറച്ചു കാലം കഴിഞ്ഞാൽ അതൊക്കെ മാറും, ചിലപ്പോ മോഡേൺ ആയിട്ട് വരുമ്പോഴേ. അപ്പൊ അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കും വേറെ വീടുണ്ട്. ആ വീടുകളിൽ പോലും പാലിക്കേണ്ട മര്യാദയാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഈ പാടില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്തിനു കുഴപ്പമില്ല? നിങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്ന അവർക്ക് പൊരുത്തമാണെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ട്. 3, ആ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങളെ അവർ ഏൽപ്പിച്ചു പോന്നവരാണ്. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങൾ തിന്നുന്നതിന് വിരോധമില്ല. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അമ്മായിന്റെ വീട്ടിൽ പോയിട്ട് നേരെ ഫ്രിഡ്ജ് വന്നിട്ട് എടുത്ത് കുടിക്കാൻ പറ്റൂല. ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. പടച്ചോനെ, അങ്ങനെയൊക്കെ എത്ര ജ്യൂസ് ഞാൻ പള്ളിയിലാക്കിയില്ലേ, അറിഞ്ഞതിൽ പിന്നെ പറ്റൂല. ഔ സ്വദീഖിക്കും, സുഹൃത്തിൻ്റെതാണ്. ബാച്ചിലർ റൂമിലൊക്കെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ ഒരു കുപ്പി, ഒരു ഗ്ലാസ് പാൽ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ പാല് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. സാധു നേരം വെളുത്ത് നോക്കുമ്പോ ആരെങ്കിലും കുടിച്ച് കാലി വെച്ചിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, ചെയ്യല്ല മുഅ്മിനെ, പാടില്ല. നമ്മൾ നിസ്സാരമായി അല്ലാഹു അഖ്ലാഖ്, സംസ്കാരം പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും അടുത്തിടപഴകുന്ന വീടുകളാണ് അല്ലാഹു പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ അന്യരുടെ സമ്പത്ത്, അന്യ ആളിൻ്റെത്, അഡ്രസ് ഇല്ലാത്തത് നമുക്ക് തിന്നാൻ പറ്റുമോ? ഏറ്റവും നല്ല സ്വഭാവം അല്ലാഹു പഠിപ്പിക്കുകയാണ്. അപ്പോ നിങ്ങളുടെ സ്വന്തം മക്കളുടെ വീട്ടിലേക്ക് വാപ്പാക്ക് ക്ഷണം വരേണ്ട ആവശ്യമില്ല. അതാണ് തഅകുലൂ മിൻ ബുയൂതികും, നിങ്ങളുടെ വീടെന്ന് കഴിക്കുന്ന കുഴപ്പമില്ല. വാപ്പയെ സംബന്ധിച്ചിടത്തോളം മകനോ മകളോ ഉള്ള വീട് അത് സ്വന്തം പുര പോലെ തന്നെയാണ്, അവരുടേത്. പക്ഷെ മകളുടെ ഭർത്താവിന്റെ പുരയാണ്, അല്ലെങ്കിൽ മകന്റെ ഭാര്യയുടെ പുരയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിയമം മാറും. വാപ്പക്ക് മകനും മക്കളും, മകന്റെയും മകളുടെയും മക്കളുടെ വീടുകൾ പിതാവിന്റെ വീട് തന്നെയാണെന്ന് എവിടെന്ന് മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരാൾ വന്ന് പരാതി പറഞ്ഞു, ചെറുപ്പക്കാരന്റെ പരാതി. എന്താണ് പരാതി? നബിയെ, എന്റെ വാപ്പ എന്റെ മുതലെടുക്കുന്നുണ്ട് നബിയെ, ഞാൻ എന്ത് കൊണ്ടുവന്നാലും വാപ്പ അത് അടിച്ചു മാറ്റി കൊണ്ടുപോകും. പൊന്നാര നബി, എന്റെ വാപ്പാനോട് ഒന്ന് പറയണം, എന്റെ പൈസ എടുക്കരുത്. ഒരു സ്വഹാബി പരാതി പറഞ്ഞു. അന്നേരം ഒരു മസ്അല പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളത് തന്നെയാണല്ലോ. പരാതിപ്പെടാൻ പാടില്ല. അപ്പൊ വാപ്പമാരൊക്കെ ഒന്ന് ഉഷാറായി. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഏർപ്പാടൊക്കെ നിർത്തിച്ചിട്ട് മകന്റെ ഏർപ്പാടൊന്നും കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മൻ അകല മിൻ മാലി ഇബ്നിഹി ഫൽയകുൽ മിൻഹു ബിമഅറൂഫ്. മകന്റെ സമ്പത്ത് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, മകന്റെ സമ്പത്ത് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഫൽയകുൽ മിൻഹു ബിമഅറൂഫിൻ, അത്യാവശ്യമായത് മാത്രമേ ആ മകന്റെ സ്വത്തിൽ നിന്ന് കഴിക്കാൻ പാടുള്ളൂ. വാപ്പമാരോട് യാ അല്ലാഹ്, നാട്ടിലെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നുണ്ട്, പക്ഷെ ATM കാർഡ് വാപ്പാന്റെ കയ്യിലാണ്. ലീവില് ചെന്ന് നോക്കുമ്പോ അക്കൗണ്ട് കാലിയാണ്. അടച്ച തമ്പുരാനെ, വാപ്പ മുഴുവെടുത്തിട്ടുണ്ട്. വാപ്പാരത് ചെയ്യാൻ പാടില്ല. ഫൽയകുൽ മിൻഹു ബിമഅറൂഫ്. വാപ്പാക്ക് സമ്പത്തില്ലാത്ത വാപ്പയാണ്, വാപ്പാക്ക് വരുമാനമില്ല, മകൻ വാപ്പയെ നോക്കണം. അത് മകന്റെ ഔദാര്യമല്ല, മകന്റെ ബാധ്യതയാണ്. വാപ്പ മകന്റെ സമ്പത്തിന് എന്തെടുക്കാൻ പറ്റുന്നതാണ് വാപ്പാക്ക് അത്യാവശ്യമുള്ളത്. വാപ്പ വേറെ ബിസിനസ് തുടങ്ങാൻ മകന്റെ പൈസ എടുക്കാൻ പാടില്ല. കാരണം മകന്റെ മക്കളുണ്ട്, അവൻ കല്യാണം കഴിക്കേണ്ട ആളാണ്, അവന് വീട് വെക്കേണ്ടി വരും, അവന് കച്ചവടം തുടങ്ങേണ്ടി വരും. മകന്റെ സ്വത്ത് മകനാണ്, പക്ഷേ വാപ്പാക്ക് ആവശ്യമുള്ളത് എടുക്കാൻ അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്. മകനോട് പറഞ്ഞു, വാപ്പ എന്റെ മുതലെടുക്കുന്നു എന്ന് പരാതി പറയല്ല, നീയും നിന്റെ സമ്പത്തും നീയും നിന്റെ വാപ്പാക്കുള്ളത് തന്നെയാണല്ലോ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഗതി ക്ലീനായി, രണ്ടാർക്കും ഇപ്പൊ പരാതിയില്ല. എന്തൊരു മനോഹരം! ഇതാണല്ലോ ദീൻ, ഇസ്ലാമിന്റെ മഹത്വം നോക്കി നിങ്ങൾ.
എന്തൊക്കെ മതങ്ങളുണ്ട് എന്ന് ലോകത്ത് പറയുകയാണെങ്കിലും ഇങ്ങനെ ജീവിക്കൽ ഇങ്ങനെയാണെന്ന് അള്ളാഹു പറഞ്ഞെന്നൊരു ദീൻ വേറുണ്ടോ? ഏതാണ് ഇവിടെ പറയപ്പെടാതെ പോകുന്ന വിഷയങ്ങൾ? എന്തിനാണ് ഒരു നിയമമില്ലാത്തത്? യാ അല്ലാഹ്, അതിൽ രണ്ടു കൂട്ടർക്കും പ്രയാസമല്ല. സുബ്ഹാനല്ലാഹ്. അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ സമ്പത്ത് നിന്റെ വാപ്പാക്കുള്ളതാണ്. വാപ്പയോട് പറയുന്നു, മൻ അകല മിൻ മാലി ബിനിഹി ഫൽയകുൽ മിൻഹു ബിമഅറൂഫ്. വാപ്പ മകന്റെ സമ്പത്ത് തിന്നാണെങ്കിൽ ആവശ്യമായത് എടുത്താൽ മതി, തൂർത്തടിക്കാൻ പാടില്ല. യാ അല്ലാഹ്, അങ്ങനെ നിങ്ങളുടെ മകന്റെയോ മകളുടെയോ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല. ഔ ബുയൂതി ആബായിക്കും, വാപ്പയുടെ പുരയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്, വാപ്പ വിളിച്ചു, അല്ലെങ്കിൽ വാപ്പയെ കാണാൻ ചെന്നു, വാപ്പയും മകനായിട്ട് നല്ല ടേംസിലാണ്, കുഴപ്പമില്ല, വാപ്പാക്ക് പൊരുത്തമാണല്ലോ, അവിടെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി. അതിൽ നിങ്ങൾ ഹറാമായിട്ട് തിന്നുക, അന്യായമായിട്ട് തിന്നുക എന്ന വിഷയം വരുന്നില്ല. എപ്പോ വരുന്നില്ല? വാപ്പ സ്വന്തമായിട്ട് താമസിക്കുന്ന ഒരാളാണ്, വാപ്പ വീടൊക്കെ അടച്ചു പോകുന്നു, വാപ്പ പോയ തക്കത്തിൽ മകൻ കയറിയിട്ട് അവിടുന്ന് എന്തെങ്കിലും എടുത്ത് കഴിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു, കുറ്റാണോ? കുറ്റമാണ്. അമ്മായിയും അമ്മാവനും മൂത്താപ്പയും എളാപ്പയും ഒക്കെ ഇവിടെ പറഞ്ഞു, സഹോദരനും സഹോദരിയും പറഞ്ഞു, ഇവരുടെ വീട്ടിൽ നിന്ന് എന്താ കഴിക്കേണ്ടത്? മബ്ദൂലായത് മുഫസ്സിരീങ്ങൾ പറയാ എന്ന് പറഞ്ഞാൽ അവിടെ പുറത്ത് വെച്ചതാ സംഗതി, അത് നിങ്ങൾ എടുത്ത് കഴിച്ചോളി, നിങ്ങളവിടെ ചെല്ലുന്നവർക്ക് വിരോധമില്ലല്ലോ. അവര് പൂട്ടിട്ട സംഗതിയാണ്, അടച്ചു വെച്ച സംഗതിയാണ്, സൂക്ഷിച്ചു വെച്ച സംഗതിയാണ്, അതെടുത്ത് തിന്നാൻ പറ്റില്ല. ചായപ്പൊടിയും കെറ്റിലും വെള്ളം അവിടെ ഉണ്ട്, നിങ്ങൾ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ അവരടച്ചു പൂട്ടി വെച്ച കുറച്ച് കാര്യപ്പെട്ട എന്തെങ്കിലും കുറച്ച് സ്നാക്കുകളോ എന്തെങ്കിലും കുറച്ച് ഡ്രൈ ഫ്രൂട്ടുകളോ എന്തെങ്കിലുമൊക്കെ വെച്ചിരുന്നു, അതെടുത്ത് തിന്നണ്ട, അതിന് സമ്മതം വേണം, അതിന് സമ്മതം വേണം. അവര് സൂക്ഷിച്ചു വെച്ചത് പൊളിച്ചെടുക്കാൻ പാടില്ല, അവിടെ തുറന്നു വെച്ചത് നിനക്ക് എടുക്കാം. പക്ഷെ അവരെ നിന്നെ ക്ഷണിച്ചതാണ്, ഒരു സദ്യക്ക് വിളിച്ചതാ, ഭക്ഷണത്തിന് വിളിച്ചതാ, നീ ഭക്ഷണം കഴിച്ചോ, അതിൽ കുറച്ച് ഏറെ കഴിച്ചു, കുറച്ച്, അതൊന്നും വിഷയമല്ല. മാതും തമ്മൻ, നിന്നെ അങ്ങോട്ട് ക്ഷണിച്ചതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, നീ ഭക്ഷണം കഴിച്ചോളൂ, അവിടെയൊന്നും പ്രശ്നം വരുന്നില്ല. ഉമ്മയുടെ പുരക്ക് ചെന്നത്, ഒരുപക്ഷെ ഉമ്മയുടെയും വാപ്പയുടെയും പുരക്ക് ചെന്നാൽ ഉമ്മയുടെ വീട് വേറുണ്ടെന്ന് വിചാരിക്കാം, മുതലാളിയായൊരു ഉമ്മയാണ്, ആ ഒരു ഉമ്മാക്ക് സ്വന്തമായ വീടുണ്ട്, ഉപ്പാക്ക് വേറെ വീടുണ്ട്, മക്കൾ ഉമ്മയും ഉപ്പയും സന്ദർശിക്കാൻ പോവാണ്. അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും ഒരുമിച്ചൊരു വീട്ടില്ല, രണ്ടാളുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്ത വീടാണ്, രണ്ടാളുടേതുമാണ്. അവിടെ ചെല്ലുമ്പോ മക്കൾ അവിടെ നിന്ന് വല്ലതും കഴിക്കലായിരിക്കും അവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അവിടെ ചെന്ന് കഴിച്ചോളി, കുഴപ്പമില്ല, നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ വാപ്പയും അല്ലേ. അവിടെ ചെന്നിട്ട് പറയണം, ഉമ്മ ഞാൻ ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, അത് പറയുമ്പോ ഉമ്മാക്ക് വിഷമം ഉണ്ടാവും. ചിലപ്പോ ഒരു ഗ്ലാസ് വെള്ളെങ്കിലും ചായെങ്കിലും തന്നേക്കണം എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമായിരിക്കും ഉമ്മാക്ക്. പഠിച്ചോൻ എന്റെ മോൻ എന്റെ അടുത്ത് വന്നല്ലോ, അങ്ങനെ ഒരു ഇഷ്ടം ഉമ്മാക്കുണ്ട് എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ ആ പോസ്റ്റിലേക്ക് എത്തണം. മകനിപ്പോ തോന്നുന്നില്ല, പക്ഷേ നമ്മൾ ചെറുപ്പക്കാർ ഒരു പ്രായത്തിലെത്തി നമ്മുടെ മക്കൾ കല്യാണം കഴിച്ചു, അങ്ങനെ നമ്മുടെ വല്യമ്മന്റെയും ആ പോസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആ തോന്നുന്ന ഒരു സ്നേഹം, തിരിച്ചു കിട്ടാത്ത സ്നേഹമാണ് ഉമ്മയും വാപ്പയുടെയൊക്കെ സ്നേഹം. ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടൂല. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു വാപ്പ മകനോട് കാണിക്കുന്ന സ്നേഹം ആ മകൻ സ്വന്തം മകന് കൊടുക്കുക എന്നല്ലാതെ മകൻ തിരിച്ചു വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കൂല. ദുനിയാവിൽ അങ്ങനെയാ അള്ളാഹു വെച്ചിട്ടുള്ളത്, കിട്ടൂല. എങ്ങനെയൊക്കെയാ നമ്മളെ മക്കളെ നോക്കുന്നത്? ഈ നോട്ടം നമ്മുടെ മക്കൾ അവരെ മക്കളെ നോക്കുള്ളൂ. ഇന്നെങ്ങനെ നോക്കിയ ആളാണല്ലോ വാപ്പാന്ന് നോക്കൂല. മഹാനായ ഒരു പണ്ഡിതനുണ്ട് ദുബൈയിൽ ജീവിച്ചിരിപ്പുള്ള നമ്മുടെ ഡോക്ടർ ഉമർ അബ്ദുൽ കാഫി. അദ്ദേഹം ഒരു സംബോധന പറയായിരുന്നു, രസായി കിടന്ന വാപ്പ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ കുഞ്ഞിനോട് ചോദിച്ചു, എന്താ മോനെ അവിടെ ആ ജനലിന്റെ അടുത്ത് എന്താണ് അവിടെ ഉള്ളത്? അതൊരു കിളിയാണ് വാപ്പ. വാപ്പ ഒന്നും, എന്താ മോനെ? കിളിയാണ് വാപ്പ. അതൊരു പിന്നെയും ചോദിച്ചു വാപ്പാക്ക് ചെവി കുറവാണ്. മകൻ ഉറക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു തന്നില്ലേ എന്നപ്പോ വാപ്പ തന്റെ ഡയറി കുറിപ്പുകൾ എഴുതിയ പെട്ടിന്ന് കുറെ കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച് 27 കൊല്ലം മുമ്പ്, 27 വയസ്സുള്ള മകനാണ്. ആ മകൻ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് മോൻ പറഞ്ഞ വാക്കുകളൊക്കെ ഇയാൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ അന്നൊരിക്കൽ വാപ്പയോട് എന്താണ് വാപ്പ ഇതാന്ന് ചോദിച്ചപ്പോ വാപ്പ ഈ മോനോട് പറഞ്ഞിരുന്നു, മോനെ ഇത് കിളിയാണ്, കിളിയാണ്. അപ്പൊ മോനെ പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ വാപ്പ ഒന്നുകൂടെ മോനെ കൊണ്ട് പറയിപ്പിച്ചു. പറയാൻ കഴിയാത്ത കുഞ്ഞിനോട് ഇതിങ്ങനെ പറയിപ്പിച്ച് 24 തവണ ഈ വാപ്പ ഈ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തിരുന്നു, സ്നേഹത്തോടുകൂടെ പറഞ്ഞു കൊടുത്തിരുന്നു. മോനത് പറഞ്ഞു കിട്ടാൻ 3 പ്രാവശ്യം വാപ്പയോട് തിരിച്ചു പറഞ്ഞു കൊടുത്തത് ദേഷ്യത്തോടെയാണ്. യാ അല്ലാഹ്, തിരിച്ചു കിട്ടൂല, നമ്മൾ പ്രതീക്ഷിക്കും വേണ്ട. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ അവരെ കല്ലോല കൂടെ ഇറങ്ങിപ്പോവെന്നല്ലാതെ നമ്മളൊക്കെ നോക്കുന്നൊന്നും വിചാരിച്ച് നിൽക്കേണ്ട മുഅ്മിനീങ്ങളെ.
അള്ളാഹുലേക്ക് തവക്കുലായിക്കൂലി. മക്കളുടെ നടുപ്പുറത്താണ് നമ്മുടെ തവക്കുല് കിടക്കുന്നത്. ഇവരൊന്നും നമ്മളെ നോക്കാൻ പോകുന്നില്ല. നമ്മൾ അള്ളാഹുലേക്ക് തവക്കുലാക്കിക്കൂലി. അള്ളാഹു ആരെങ്കിലും നമ്മുടെ വഴിക്കയക്കും. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഷാമിൽ നിന്ന് ഒരു ഉമ്മയെ തോളിൽ കയറ്റി നിർത്തിയിട്ട് കൊണ്ടുവന്നു. മക്കായിലേക്ക് ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. ഉമ്മയെ തോളെടുത്ത് എവിടുന്ന്? ഷാമിൽ നിന്ന് എത്ര കിലോമീറ്റർ? 2000, 2500, 3000 കിലോമീറ്റർ ദൂരം വരും മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക്. ആ സമയം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുടെ തവാഫ് ചെയ്യുന്നുണ്ട്. ഉമ്മയെ തോളിൽ വെച്ചിട്ട് തവാഫ് ചെയ്തു. നമുക്ക് ട്രോളിയിലെ തവാഫ് ഉണ്ടെന്ന് അല്ലേ? ഉമ്മമാരെ ഇരുത്തിട്ട് അങ്ങനെ ഓടുന്നുണ്ടല്ലേ ചെറിയ ചെറിയ ചെക്കന്മാർ. അവരൊക്കെ പൈസക്കാണ് ചെയ്യുന്നത് അല്ലേ? അവസാനം തവാഫ് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താ അവിടെ ഉണ്ടാവുക എന്ന് കണ്ടറിയാൻ വേണ്ടി വരും. സ്വന്തം ഉമ്മാരല്ല, സ്വന്തം ഉമ്മമാരെ കൊണ്ടു നടക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്. ഉമ്മമാരെ പൊക്കിയെടുത്ത് കൊണ്ടുനടക്കുന്ന കാലം. അന്ന് ഉമ്മയെ തോളിൽ വെച്ചിട്ട് തവാഫ് ചെയ്തു, സഅയ് ചെയ്തു. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയെ, ഉമർ തങ്ങളുടെ പൊന്നാര മോനെ, ഞാൻ എന്റെ ഉമ്മയെ ഷാമിന്ന് എടുത്തു കൊണ്ടുവന്നതാ. ഇവിടെ ഉമ്മാന്റെ ഹജ്ജ് കഴിഞ്ഞവരെ ഉമ്മന്റെ തോളിലാണ്. എന്റെ ഉമ്മയോട് ഞാൻ ചെയ്യേണ്ട ബാധ്യത ചെയ്തു കഴിഞ്ഞുവോ? എന്താ മറുപടി? ലാ വലാ ലിതൽഖത്തിൻ. നിന്റെ ഗർഭം ചുമന്ന നേരത്ത് ഉമ്മ അനുഭവിച്ച പ്രയാസത്തിൽ ഒരു പ്രയാസത്തിന്റെ സ്ഥാനത്ത് പോലും ഇത് എത്തിയിട്ടില്ലെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞു. നിന്റെ ഉമ്മയെ നീ നോക്കി, നിന്റെ ഉമ്മ നിന്നെ നോക്കിയത് നീ എന്ന് വളർന്ന് വലുതായി നല്ല മോനായി വരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഉമ്മ നിന്നെ വളർത്തിയത്. നീ നിന്റെ ഉമ്മാനെ കൊണ്ടു നടക്കുന്നത് കുറച്ചു കഴിഞ്ഞ് വേഗം മരിച്ചു കിട്ടിയാൽ തരക്കേടില്ല എന്നാ നിന്റെ മനസ്സിലുള്ളത്. യാ അല്ലാഹ്, നിന്റെ മനസ്സിൽ ഈ ഉമ്മ മരിക്കോളല്ലേ നോക്കേണ്ടതുള്ളൂ, അധികം കാലൊന്നും ഇല്ലല്ലോ എന്ന തോന്നലാ നീ ചെയ്യുന്നത്. നിന്റെ ഉമ്മ നിന്നെ നോക്കിയത് നീ വളരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാ. രണ്ട് തോന്നലും രണ്ടും വ്യത്യസ്തമല്ലേ? യാ അല്ലാഹ്, ഇതൊക്കെ അള്ളാന്റെ ദീനെ പഠിപ്പിച്ചിട്ടുള്ള മുഅ്മിനീങ്ങൾ. മക്കളെ എഞ്ചിനീയറും ഡോക്ടർമാരൊക്കെ ആക്കിക്കോളി, പക്ഷെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്നാലേ അവർക്ക് നിങ്ങളെപ്പറ്റി ബോധം ഉണ്ടാവും. കുടുംബം എന്താണെന്ന് അറിയുള്ളൂ. എന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള 2 വാതിലാണ് എന്റെ ഉമ്മയും വാപ്പയും എന്ന മക്കൾക്ക് അറിയണ്ടേ? നല്ല സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, നല്ല ഹൈ പ്രൊഫൈൽ ജോബ് കയ്യിലുണ്ട്, നല്ല മുതലാളിയാണ് മകൻ. വാപ്പയെ നോക്കാത്ത മകനാണെങ്കിൽ എന്താണ് ഈ വാപ്പയുടെ സങ്കടം? എവിടെ കൊണ്ടുപോയി വെക്കും? അപ്പോ സ്വന്തം ഉമ്മയുടെയും വാപ്പയുടെയും പുരക്ക് പോയി നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി, അതൊന്നും ഹറാമായി തിന്നുന്ന തീറ്റയല്ല, അതിലൊന്നും പ്രയാസപ്പെടേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഈ സൂറത്തുൻ നൂറിൽ 61-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുകയാണ്. ഖാലും അങ്കിളാണ്, ഖാലത്തും ആന്റിയാണ് ഇംഗ്ലീഷിൽ. പക്ഷേ ആര് ഏത് വഴിക്കുള്ള ബന്ധം എന്ന് അറബിയിലെ വളരെ ഭംഗിയാണ് അറബ് ഭാഷ. അമ്മ എന്ന് പറഞ്ഞ പിന്നീട് ഏത് അങ്കിൾ എന്ന് ചോദ്യം വരൂല. അത് വാപ്പയുടെ സഹോദരനെ അമ്മ എന്ന് പറയുള്ളൂ. ഉമ്മയുടെ സഹോദരൻ അങ്കിളാണ്, അതിന്റെ ഖാലിനെ പറയുള്ളൂ. ആന്റി അത് ഉപ്പാന്റെ മകളോ ഉമ്മാന്റെ സഹോദരിയോ? ഉപ്പാന്റേതാണെങ്കിൽ അമ്മ, അമ്മത്ത് എന്ന് അറബി പറയും. ഉമ്മാന്റെ സഹോദരി ഖാലത്ത്. വളരെ വ്യക്തമാണ്, അവിടെ വേറെ ഡൗട്ട് ഇല്ല. കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ, ഏത് കസിൻ ബ്രദർ, ഏത് ആരുടെ ചോദ്യം വരും, അതൊന്നും പ്രശ്നമില്ല. അറബിയിൽ വളരെ വ്യക്തമാണ്. അപ്പോ സഹോദരന്റെ വീട്, സഹോദരിയുടെ വീട്, അമ്മാവന്റെ വീട്, അമ്മായിയുടെ വീട്, ഈ വീട് വീട് എന്നിങ്ങനെ ആവർത്തിക്കുന്നത് എന്തിനാ? അതിന്റെ അർത്ഥം സഹോദരൻ വീട് വെച്ചാതെ എന്റെ വീടാന്ന് വിചാരിച്ച് നീ പോകണ്ട, അത് സഹോദരന്റേത് തന്നെയാണ്. നിന്റെ വീട് നീ വെക്കുന്നതാണ്. അമ്മായിയുടെ വീടാന്ന് പറഞ്ഞ് നീ ചെല്ലാൻ, അത് അമ്മായിയുടേതാണ്. പിതാവിന്റെ സഹോദരന്റെയും സഹോദരിയുടെയും അവർ ഓരോരുത്തരും അവരുടെ അധികാരത്തിലാണ് കിടക്കുന്നത്. ജ്യേഷ്ഠൻ വീട് വെച്ചാൽ മതി, എന്നാ പിന്നെ എനിക്ക് താമസിച്ചാൽ മതിയല്ലോ, അത് ജ്യേഷ്ഠന്റെ പൊരുത്തുണ്ടെങ്കിൽ നീ ചെയ്തോ, കുഴപ്പമില്ല. ജ്യേഷ്ഠന്റെ എന്റേതാന്ന് വിചാരിച്ച് നീ പെരുമാറണ്ട എന്നർത്ഥം. മിനിങ്ങളെ, നമ്മുടെ ഇവിടെയൊക്കെ ജോലി ചെയ്ത ഒരു സഹോദരൻ ഞാൻ പറഞ്ഞു എന്നല്ലേ, 10-30 കൊല്ലം ജോലി ചെയ്ത് അധ്വാനിച്ച് വീടുണ്ടാക്കി നാട്ടിൽ ചെന്ന് നോക്കുമ്പോ വീട് അനുജന്റെ പേരില്ല. ജ്യേഷ്ഠ അധ്വാനിച്ച് ഇവിടുന്ന് പൈസ കൊടുത്തുണ്ടാക്കി അവനെ ഏൽപ്പിച്ചു പണിയാൻ. നാട്ടിൽ രേഖകൾ ഉണ്ടാക്കാനാ പ്രയാസം. ആൾക്കാരെ വിചാരിക്കുന്നു ആധാരം ആരുടെ പേരില്ലാതെ അവന്റെ. ഇങ്ങനെ അള്ളാന്റെ മുമ്പിൽ എങ്ങനെ ഇത് രക്ഷപ്പെടും? ആ മനുഷ്യൻ കണ്ണുനീര് കരഞ്ഞിട്ട് വിഷയം പറഞ്ഞു. അത്ഭുതപ്പെട്ടു, കുറച്ചവൻ ഇങ്ങനെയുണ്ടോ ജ്യേഷ്ഠനുജന്മാർ? സ്വന്തം അനുജന്റെ പേരിലാണ് ഇയാള് ജോലി നിർത്തിപ്പോവാണ്. ഇവിടെ ദുബൈയിലുള്ള ഒരാൾ സഹോദരൻ, മാഷാ അല്ലാഹ്, അള്ളാഹു അയാൾക്കത് പകരം ഖൈറായത് കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെയൊക്കെ വിശ്വസിച്ച ഒരാളെ ഏൽപ്പിച്ച് ഇവിടുന്ന് പൈസ അയക്കുക, അവര് വേണ്ട ജോലിക്കാർക്ക് എത്ര ശമ്പളം കൊടുത്തു, എത്ര അവർ സ്വന്തം പോക്ക്, ഇതൊന്നും നമുക്കറിയില്ല. അള്ളാഹുൽ തവക്കുലായിട്ട് നമുക്ക് നോക്കി നടക്കാൻ പറ്റുമോ? ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വിശ്വസിക്കാൻ, എന്നിട്ട് വിശ്വാസ വഞ്ചന ചെയ്യുക, എന്നിട്ട് ഈ മനുഷ്യൻ വാടക താമസിക്കുക. എവിടെയാണ് ആ സങ്കടമൊക്കെ തീരെ? സ്വന്തം പൊരങ്ങനെ കണ്ടിട്ട് പടച്ചോനെ രേഖയിൽ അനുജൻ ഒപ്പിട്ട് അത് സ്വീകരിക്കുമ്പോ
ചോദിക്കണ്ടേ, ഒന്ന് പൊരുത്തം വാങ്ങണ്ടേ? എവിടെയാണ് ഈ കുറ്റൊക്കെ നാളെ മഹ്ശറയിൽ കൊണ്ടുപോയി വെക്കുക? യാ അല്ലാഹ്, മനുഷ്യന് എത്തിക്സ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അത് ഇസ്ലാമില്ലെങ്കിൽ എത്തിക്സ് ഉണ്ടാവും മനുഷ്യന്മാർ. അതുപോലെ നഷ്ടപ്പെടുമ്പോഴുള്ള ബേജാറാണ്. യാ അല്ലാഹ്, ഔ ബുയൂതി അമാമികും ഔ ബുയൂതി അമ്മാതികും ഔ ബുയൂതി അഖ്വാലികും ഔ ബുയൂതി ഖാലാതികും. നിങ്ങളുടെ അമ്മായിയുടെ ഉമ്മയുടെ സഹോദരിമാർ അവരുടെ പുരക്ക് നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല. എപ്പോൾ നിങ്ങൾ അവിടേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്, ആ അവസ്ഥയിൽ നിങ്ങളെ അവിടുത്തെ ചില വിഷയങ്ങൾ അവരെ ഏൽപ്പിച്ചു, നിങ്ങൾ അവിടുത്തെ വക്കീലാണ്, ആ അവസ്ഥയിൽ വിരോധമില്ല. ഔ മാ മലക്തും മഫാതിഹ, നിങ്ങൾ ഏതൊന്നിന്റെ ചാവികളാണോ നിങ്ങൾ ഉടമപ്പെടുത്തിയിരിക്കുന്നത് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിനും വിരോധമില്ല. ശരിക്കും മനസ്സിലാക്കണം. ഒരാളുടെ ഒരു തോട്ടം ഏൽപ്പിച്ചു, ഒരു തെങ്ങിൻ തോട്ടം നോക്കാൻ ഏൽപ്പിച്ചു. തെങ്ങിന് വിലണ്ടോ തേങ്ങയ്ക്ക് വിലണ്ടോ അതല്ല നമ്മുടെ ചർച്ച. നല്ല വിലണ്ടെന്ന് വിചാരിക്കാം. അവിടെ ഏൽപ്പിച്ചു. ഈ മനുഷ്യനോട് അങ്ങനെ ഇളനീരിട്ട് കുടിക്കാൻ പറ്റുമോ ഇല്ലേ എന്നതാണ് ഇപ്പൊ പറയുന്നത്. ഒരു ഗ്രോസറി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിന്റെ സ്റ്റോക്ക് നോക്കുന്ന ആളാണ്. അവിടെയാണ് എല്ലാ ജ്യൂസ് പാക്കറ്റുകൾ അല്ലെ ബിഗ് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലം അതാണ്. ഇയാൾ അതിന്റെ സൂക്ഷിപ്പുകാരനാണ്. മലക്തു മഫാത്തിഹ, മിഫ്താഹ് നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചതാ മുതലാളി, നോക്കണം കേട്ടോ. ഇയാൾ കിടക്കിടക്ക് ഇങ്ങനെ ജ്യൂസ് എടുത്ത് കുടിക്കാൻ പറ്റുമോ? ഇതാണ് വിഷയം. പറ്റുന്നതുമുണ്ട് പറ്റാത്തതുമുണ്ട്. ശരിക്കും മനസ്സിലാക്കുക. ഇവിടെ മുഫസ്സിരീങ്ങൾ പറയാണ്, നമ്മുടെ ഉലമാ പഠിപ്പിക്കാണ്, നമ്മെ ഒരു വിഷയം ഒരാൾ ഏൽപ്പിച്ചു, ചാവി തന്നു. ഒരു കടയുടെ ഒരു തോട്ടത്തിന്റെ ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചാൽ ശമ്പളം നൽകപ്പെടുന്ന ആളാണോ ഇയാൾക്ക് സമ്മതമില്ലാതെ തൊടാൻ പറ്റൂല. മുതലാളിയുടെ സമ്മതമുണ്ട് എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. ശമ്പളമുള്ള ആൾ, ശമ്പളം ഇല്ലാത്ത ആളാണ്, അയാൾ സേവനം, അയാൾക്ക് ജീവിക്കേണ്ട ഭക്ഷണം വേണ്ടേ, ആവശ്യമായത് അയാൾ എടുത്തോട്ടെ, അതിന്റെ സമ്മതത്തിന്റെ പ്രശ്നമില്ല. അയാൾ അത് ഏൽപ്പിക്കപ്പെട്ട ആളല്ലേ, ഇയാൾക്ക് വേറെ ശമ്പളം ഒന്നും കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് അയാളുടെ ഭക്ഷണത്തിന് ആവശ്യമായത് ആ തോട്ടത്തിൽ നിന്നോ ആ സ്റ്റോക്കിൽ നിന്നോ ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല. അപ്പൊ നമുക്ക് ശമ്പളം ഉണ്ട്, നമ്മുടെ കടയിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുതലാളിയുടെ അടുത്തുനിന്ന് കിട്ടുന്നത് അവിടെ പൊരുത്തം കൊണ്ട് കിട്ടുന്നതാണെങ്കിൽ ഓക്കെ. അല്ലാതെ നമ്മളുണ്ടല്ലോ വെറുതെ കിട്ടിയതൊക്കെ വരിച്ചുവാലി കൊണ്ടുവരുന്നത്, അതിന്റെ ഉറവിടങ്ങൾ അന്വേഷിക്കണം മുഅ്മിനീങ്ങളെ. നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അച്ചടക്കം പഠിപ്പിക്കുകയാണ്. അറ്റ്മോസ്റ്റ് ഡിസിപ്ലിൻ. അള്ളാഹുവിനെ പേടിക്കണം എന്നായി പറയുന്നത്, CCTV പേടിക്കണം എന്നല്ല ഈ പറയുന്നത്. അള്ളാഹുവിനെ പേടിച്ച് ജോലി ചെയ്യുന്നതായി പറയുന്നത്. ഭയങ്കര പേടി. അങ്ങനെയാണ്. ക്യാമറ ഉണ്ടെങ്കിൽ എന്താ നല്ല മക്കള്, മാഷാ അല്ലാഹ്. കാരണം അതൊക്കെ പച്ചയിൽ ഇങ്ങനെ കാണല്ലേ. അള്ളാഹുവിനെ പേടിക്കുക. അള്ളാഹിന്റെ ക്യാമറ, പടച്ചതമ്പുരാന്റെ, അള്ളാഹുവിന്റെ ബസീറത്ത്, ബസർ എന്റെ മുമ്പിലേക്കാണ്. അള്ളാഹുവിനെ കാണുന്നുണ്ട്. നിനക്ക് അർഹതപ്പെട്ടത് ഇതാണ്, ഇത് നിനക്ക് അർഹതപ്പെടാത്തതാ. സമ്മതമില്ലാതെ എടുക്കാൻ പാടില്ല. അങ്ങനെയാണ്. ഒരു വീട് ഏൽപ്പിച്ചു നമ്മെ, ആ വീട്ടിൽ ഫോണുണ്ട്, കാര്യങ്ങൾ മുതലാളി പറഞ്ഞു നിനക്ക് വേണ്ടത് കഴിച്ചോ, വേണമെങ്കിൽ ഫോണൊക്കെ ഉപയോഗിച്ചോ. സുബ്ഹാനല്ലാഹ്, ഓൻ ഡയൽ ചെയ്യാ ദുബൈക്ക്, വേറെ എന്തെങ്കിലും അവന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിക്കാൻ സൗദിക്ക്, നാട്ടിൽ നിന്ന് കൂളായിട്ട്, എന്താ മുതലാളി പറഞ്ഞു ഉപയോഗിച്ചോളൂ. യാ അല്ലാഹ്, ഇയാൾ ഉദ്ദേശം അതാണോ? നിനക്ക് അത്യാവശ്യം ലോക്കൽ കോളുകളൊക്കെ നീ ചെയ്തോന്നല്ലേ പറഞ്ഞൊരു ഉദ്ദേശത്തുണ്ടാവുള്ളൂ. ആളുകൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് എത്രയാണ്. ഇതൊക്കെ അല്ലാഹു പറഞ്ഞതിന്റെ പൊരുൾ നമുക്കിപ്പോ മനസ്സിലാവും. യാ അല്ലാഹ്, മോനപ്പെട്ട നമ്മുടെ ഉസ്താദ് എന്നൊരു വിഷയം പറഞ്ഞു. നമ്മുടെ ഇവിടെ അബുദാബിയിൽ ജീവിച്ചു പോയ നമ്മുടെ വലിയൊരു ഉസ്താദ് ഇപ്പൊ നാട്ടിലാണ്. അവരിപ്പോ അടുത്ത് വന്നു പോയിരുന്നു. വിസിറ്റ് വരുന്ന ആൾക്കാർ അവിടെ ഫോൺ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ഇന്റർനാഷണൽ കോൾ വിളിച്ചിട്ട് ആ സാധുവിന് ബില്ല് വരുമ്പോ യാ അല്ലാഹ്, ഇയാൾ വിളിച്ചതല്ല. നമ്മുടെ ഫുജൈറ മൗലവി ഉണ്ടായിരുന്നു, ഫുജൈറയിലെ അച്ഛനമ്പലം. അവർക്കാർ അങ്ങനെ നാട്ടിലൊക്കെ വിസിറ്റ് വരുന്ന ഉസ്താദുമാരും അല്ലാത്തവരൊക്കെ അവരെ പുരക്ക് താമസിക്കും. ഫുജൈറ അദ്ദേഹം ഇപ്പൊ നാട്ടിലാണ്, ഫുജൈറ മൗലവി എന്ന് പറഞ്ഞ സാലം ഡ്രൈവിംഗ് സ്കൂളൊക്കെ ചെയ്തിരുന്ന അദ്ദേഹം എന്ന് പറഞ്ഞു, കുറച്ച് തമ്പുരാന്റെ നാട്ടിൽ നിന്ന് വിസിറ്റ് വന്നവരാ. ഫുജൈറിന്ന് വിളിക്കുക, നാട്ടിലേക്ക് ഫോൺ ഓപ്പൺ ആണ്. അങ്ങനെ വിളിച്ചു. ആ സാധുവിന് 7000-8000 ഒക്കെ ബില്ല് വന്നു. അപ്പോ ഇതൊക്കെ സാധാരണക്കാരും വിവരമുള്ളവരും അല്ലാത്തവരൊക്കെ മനസ്സിലാക്കണം. കോമൺ സെൻസ് വേണമെന്ന് അല്ലാഹു പറഞ്ഞുതരാണ്. എന്തുപയോഗിക്കണം എന്നാണ്, എന്തിന്റെ പൊരുത്താണ് ഇപ്പൊ അവിടെ തന്നിട്ടുള്ളൂ, അതേ നിങ്ങൾക്ക് എടുക്കാൻ പാടുള്ളൂ. അവിടുത്തെ വിഷയങ്ങൾ അന്യായമായി നശിപ്പിക്കരുത്. വീട് വെച്ച ആൾക്കാർ, ഇതിൽ ഒരുപാട് ആളുകൾ നാട്ടിൽ വീട് വെച്ച് പൂട്ടിപ്പോന്നവരാണ്. എന്തേ പൂട്ടിപ്പോന്നത്? ജ്യേഷ്ഠനോടോ അനിയനോടോ പെങ്ങളോടോ വന്ന് താമസിക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? എന്തേ പറയാത്തത്? എന്തുകൊണ്ട് പറയുന്നില്ല? ജ്യേഷ്ഠൻ വന്ന് താമസിച്ചാൽ പോരെ, ഇരപ്പാക്കി കളയും. പിന്നെ ചെല്ലുമ്പോ പെയിന്റിങ് വേറെ നടത്തണം അല്ലേ? പെങ്ങളും കുട്ടികളും നശിപ്പിച്ചേക്കും. അതുകൊണ്ട് വേണ്ട.
ഈ ചിന്ത മുസ്ലിം ഉമ്മത്തിൽ വരരുത്. ഇത് എന്റേതാണ്, എന്റെ ജ്യേഷ്ഠന്റേത് എന്റേതാണ്, പെങ്ങളുടേത് എന്റേതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കും. വല അല അൻഫുസികും, നിങ്ങളുടേതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അന്യന്റെ സാധനം ഉപയോഗിക്കുമ്പോ അത് നശിപ്പിച്ചേക്കല്ല. സ്വന്തം വാഹനം നല്ല ഉഷാറായിട്ട് ഉപയോഗിക്കും. വേറെ ആളുടെ വാഹനം എടുത്ത് കൊണ്ടുപോകുന്ന ഒരു സാധു, അവൻ കൊണ്ടുപോയി സർവ്വ ക്യാമറയും ഫ്ലാഷ് അടിച്ചിട്ട് കൊണ്ടുവന്ന് നിർത്തി കൊടുക്കുകയാണ്. ഈ സാധുവിന് എത്ര കൊടുക്കേണ്ടി വരും? അല്ലെങ്കിൽ നശിപ്പിക്കുക. മനുഷ്യന്മാർ അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ? ഇത് പാടില്ലെന്ന് അല്ലാഹു പഠിപ്പിക്കുന്ന ആയത്താണിത്. അന്യന്റെ സാധനം നശിപ്പിക്കരുത്, അവനവന്റേതുപോലെ ഉപയോഗിക്കുക. യാ അല്ലാഹ്, ഔ ബുയൂതി അഖ്വാലികും ഔ ബുയൂതി ഖാലാതികും ഔ മാ മലകതും മഫാതിഹ ഔ സദീഖികും, നിങ്ങളുടെ സുഹൃത്തിന്റെ പുരയിൽ പോയി ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ മാ ദുംതും മദ്ഊവീൻ, നിങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചതാണ്, കുഴപ്പമില്ല. നിങ്ങൾ അവിടെ അടുത്ത വിഷയം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്, നിങ്ങൾ അതിന് ആവശ്യമുള്ളത് ഭക്ഷിച്ചോ. കല്യാണത്തിന് വിളിച്ചു, സദ്യക്ക് വിളിച്ചു, നിങ്ങൾ ഭക്ഷിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ സുഹൃത്തിൻ്റെതാണെന്ന് പറഞ്ഞ് അയാളുടെ സമ്മതമല്ലാതെ എടുക്കാൻ പാടില്ല. ഇതാണ് അത്. സുഹൃത്തിന്റെ അല്ലേ, മൂപ്പരെ മൊബൈൽ എടുത്തിട്ട് വിളിച്ചേക്കാം, അയാൾക്ക് സമ്മതമുണ്ടോ എങ്കിൽ മാത്രമേ നീ ചെയ്യാൻ പാടുള്ളൂ. പിന്നെയുണ്ടോ ഈ പൈസ എടുക്കലും അന്യന്റെ പൊസഷനിൽ കിടക്കുന്ന സാധനം എടുത്തു കൊണ്ടുവരലും, ഇതൊക്കെ എവിടെ കിടക്കുന്നു? ഭക്ഷണം കഴിക്കും, ഒരു ടേബിളിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ വിഷയമാണ് ഈ പറയുന്നത്. അതിന് വിരോധമല്ല, നിങ്ങൾ അവിടെ ക്ഷണിക്കപ്പെട്ടവരല്ലേ. ഇനി അടുത്തും നോക്കൂ, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅകുലൂ ജമീഅൻ ഔ അശ്താതാ, നിങ്ങൾക്ക് വിരോധമില്ല. അൻ തഅകുലൂ ജമീഅൻ ഔ അശ്താതാ, നിങ്ങൾ ഒറ്റക്ക് ഭക്ഷണം കഴിച്ചാലും കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ചാലും വിരോധമില്ല. അതിപ്പോ എന്തിനാ അല്ലാഹു പറയുന്നത്? അതൊക്കെ നമുക്ക് അറിയാലോ. നമ്മൾ ഒന്നുകിൽ ഒറ്റക്ക് കഴിക്കും, അല്ലെങ്കിൽ ഒരുമിച്ച് കഴിക്കും. ഇതെന്തേ പറഞ്ഞത്? സ്വഹാബത്തിന്റെ വിഷയത്തിലായി ഇറങ്ങുന്നത്. അവര് ജാഹിലിയ്യ കാലത്ത്, ഇസ്ലാമിന്റെ മുമ്പ് അവര് ഒറ്റക്ക് ഭക്ഷണം കഴിക്കൽ ഭയങ്കര വിഷമായിരുന്നു. 3 ദിവസത്തോളം പട്ടിണി കിടന്ന ആളുകളുണ്ട് സ്വഹാബത്തിൽ. എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഒരാളെ കിട്ടിയിട്ടില്ല. എങ്ങനെ ഒറ്റക്ക് തിന്നാൻ കഴിയുമെങ്കിൽ ഒരാളെ കൂട്ടിന് വിളിക്കാം. അപ്പൊ ഒറ്റക്ക് കൂട്ടിന് ഒരാളെ കിട്ടുന്നില്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന സമ്പ്രദായം ഉണ്ടായി. ഇസ്ലാം പറഞ്ഞു അത് വേണ്ട, നിങ്ങൾ ആരും കിട്ടിയില്ലെങ്കിൽ ഒറ്റക്ക് ഭക്ഷണം കഴിച്ചോ, ഒരുമിച്ച് കഴിച്ചോ, വിരോധമില്ല. ഒരുമിച്ച് എന്തായാലും കഴിക്കും. ഒറ്റക്ക് കഴിക്കാൻ പറ്റുമോ എന്നതായിരുന്നു വിഷയം. നമ്മൾ നേരെ നമ്മുടേത് മാത്രം കുറച്ച് സാധനം വാങ്ങിയിട്ട് അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ആരും കാണാതെ ഒറ്റക്ക് തിന്ന് പോകാൻ കഴിയുന്നു. പോരാ, ഇന്ന് വേണോന്ന് ചോദിച്ചിട്ട് ചിലപ്പോ വേണമെന്ന് പറയണ ചങ്ങാതിമാരായിരിക്കും ചിലപ്പോ, അതുകൊണ്ട് ചോദിക്കാതിരിക്കും. അതുകൊണ്ട് ഒന്നു മുമ്മിനിങ്ങളെ വേണ്ടാന്നിങ്ങനെ പറഞ്ഞേക്കണം. എന്തിന് ഈ സുന്നത്ത് നഷ്ടപ്പെടണ്ട. ഹദീസാണ് അല്ലെ, നിങ്ങൾ ഒരാളുടെ ഭക്ഷണം രണ്ടാക്കും അത് മതി എന്നാണ്. ഒരാളുടെ ഭക്ഷണമേ വാങ്ങിയിട്ടുള്ളൂ, ഒരാളും കൂടെ വന്നു, അൽഹംദുലില്ലാ നമുക്ക് രണ്ടാൾക്ക് ഷെയർ ചെയ്യാം, അങ്ങനെ കഴിച്ചോളി. രണ്ടാൾക്കുള്ള ഭക്ഷണം ഉണ്ടോ, 3 ആൾ വന്നാലും അത് ധാരാളമുണ്ട്. ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 3 ആൾക്കുള്ള ഭക്ഷണം 4 ആൾക്കും അത് തന്നെ ധാരാളമാണ്. നമ്മൾക്ക് എത്രയാ വെച്ചു കൂട്ടുന്നത്? 5 ആള് വരുന്നു പറഞ്ഞാൽ 15 ആൾക്കുള്ള ചോറ് റെഡിയാണ്. സുബ്ഹാനല്ലാഹ്, അത് വേസ്റ്റ് ആക്കുക. കുറ്റകരമാണ് മുഅ്മിനീങ്ങളെ, കുറ്റകരമാണ്. അപ്പോ ഒരാളുടെ ഭക്ഷണം 2 ആൾക്കും 2 ആളുടെ 3 ആൾക്കും മതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ 2 ആൾ അങ്ങോട്ട് വന്നു, നമ്മൾ 5 പേരുണ്ട്, ഒരു 2 ആൾ വന്നാൽ ആരും നോക്കാതെ തല താഴ്ത്തി തിന്നണ്ട, ഒന്ന് പറഞ്ഞേക്കണം, കൂടെ ഇരിക്കല്ലേ, ഒന്ന് കഴിച്ചേക്കണം. കാരണം അവര് തിന്നാലും ഇതിൽ ബറക്കത്ത് അല്ലാഹു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലുണ്ട് 2 ആളുടേത് 3 ആൾക്ക് മതി, 3 ആളുടെ ഭക്ഷണം 4 ആൾക്ക് ധാരാളമാണ്. പിന്നെ ഇവിടെ മുഫസ്സിരീങ്ങൾ മറ്റൊരു കാര്യം പറയുന്നു. സുബ്ഹാനല്ലാഹ്, ഒരുമിച്ച് കഴിക്കുന്നതിന് വിരോധമില്ല, ഒരുമിച്ച് കഴിക്കുന്ന വിരോധമില്ല. അതിൽ ഒരാശയം കൂടെ പഠിക്കാനുണ്ട്. എന്തേ? നാട്ടിലൊക്കെ ഒറ്റക്കൊറ്റയ്ക്ക് ഇപ്പോ ചില കമ്പനികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ. ചില ഒരു എൻഡ് ഓഫ് ഇയർ സെലിബ്രേഷൻ ഒക്കെ വെക്കും. നമ്മള് മീറ്റിംഗ് ആണ്, അതുകൊണ്ട് ഒരാൾക്ക് ബഫേ ലഞ്ച് ഇത്രയാണ് കൊടുത്തേക്കണം, ആവശ്യമുള്ള രജിസ്റ്റർ ചെയ്യാന്ന് പറയും. 100 ആൾ പോയാൽ 100 ആൾ അവനവന്റെ തിന്നത് അവനവൻ കൊടുക്കാൻ, അങ്ങനെ പിരിഞ്ഞു പോരുന്ന പാർട്ടികൾ ഉണ്ടാവും. അതല്ല, നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നമുക്ക് ഈ ഈക്വലായിട്ട് വിഷയം ഡിവൈഡ് ചെയ്യാം. 100 റുപ്യ ബില്ല് വന്ന് നമ്മൾ 10 ആളുണ്ട്, ഓരോരുത്തരും 10 ദിർഹം വെച്ച് എടുക്കുക, 100 ബില്ല് ചെയ്തിട്ട് നമുക്ക് പോരാം. അങ്ങനെ കഴിക്കുന്ന ഒരു കഴിക്കൽ ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഗതിയല്ലേ. ലൈസ അലൈക്കും ജുനാ, ഇവിടെ ചില പ്രശ്നം വരും.
ഇവരെല്ലാരും കഴിച്ചു. ഒരു പൊറാട്ടയെ ദോശൊക്കെ വായിച്ചു. പൊറാട്ടന്റെ ഗുണം ദോഷം എന്നല്ല ഞാനിവിടെ പറയുന്നത്, കഴിച്ചു സംഗതി പറയാം. ഒരുത്ത 2 കഴിച്ചു, ഒരുത്ത 3 കഴിച്ചു, ഒരുത്തൻ 12 കഴിച്ചു. ബില്ലിട്ടപ്പോ എല്ലാവർക്കും ഒരേ ബില്ല്. പടച്ച തമ്പുരാന്, ഞാൻ ആകെ 1.5 തിന്നിട്ടുള്ളൂ, 12 തിന്ന മനുഷ്യനും 10 രൂപ കൊടുക്കുന്നത്, ഞാനും 10. ഇത് വേണോ? അതിൽ കുഴപ്പമില്ല, സാരല്ല, നിങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതല്ലേ ഒരുമിച്ച് കഴിക്കാന്ന്. അതുകൊണ്ട് അങ്ങ് തസാമുഖ ചെയ്ത്, അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തേക്കണം, അത് സാരല്ല. പക്ഷെ പാടില്ലാത്തൊരു സംഗതി ഇവിടെ ഉണ്ട്. ഇവൻ എല്ലാം തിന്നു മറ്റാള് പട്ടിണി കിടക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ല, അത് കുറ്റകരമാണ്. എല്ലാം ഒരുത്തങ്ങ് തിന്നുപോയി. അവർ സംഭവം പറയുന്നതിന് മുഫസ്സിരീൻ, ഒരാളുടെ വീട്ടിൽ കുറച്ച് മധുര പലഹാരങ്ങളൊക്കെ വെച്ചിട്ട് അയാൾ വീട്ടിൽ പറഞ്ഞു, അപ്പൊ വരട്ടോ അങ്ങ് ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞു പോയി. ഇവർ 2 ആളായിരിക്കണത്. ഇയാൾ 1 or 2 എടുത്ത് കഴിച്ച് നിർത്തി, മറ്റവൻ അങ്ങോട്ട് തിന്നൊരു തീറ്റ. പാത്രം മുക്കാലും കാലിയായി. കടന്നു വരുന്ന ആൾക്ക് തോന്നൂലേ, പടച്ചമ്പുരാനെ, ആളുകളൊക്കെ വന്നിറങ്ങി പോകുന്ന വീടുകളാണെങ്കിൽ ഒക്കെ തീർത്താൻ പറ്റുമോ അല്ലെ? പുരക്കാരൊക്കെ വല്ല ബിസ്ക്കറ്റോ ചായ ചിപ്സൊക്കെ തരുമ്പോ മുഴുവൻ പടച്ചോനെ തന്ന സ്ഥിതിക്ക് മോശമാക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ച് മുഴുവൻ തിന്നുക, അത് പറ്റില്ല. അപ്പോ പുരക്കാരൻ വന്നപ്പോ ഇയാള് പറഞ്ഞു, അല്ലാ, ഈ മനുഷ്യൻ നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്ന് പറഞ്ഞു കൊടുത്തു, നല്ല ഇഷ്ടമുള്ള ആളല്ലേ, നല്ലോണം തിന്നുള്ളൂ, അതുകൊണ്ട് എന്നെക്കാളും നിങ്ങളോട് ഇഷ്ടം മൂപ്പർക്കാണ് കേട്ടോ എന്ന് തിരുത്തി കൊടുത്തു. കുഴപ്പമില്ല, അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാ പറഞ്ഞതിന് അർത്ഥം. കാരണം ചീത്തപ്പേര് മറ്റാണ് സഹിക്കണ്ടേ, തിന്നതാരാ? ഇവൻ. യാ അല്ലാ, നിങ്ങൾ കൂട്ടമായിട്ടൊരു ബില്ലിട്ടിട്ട് ഭക്ഷണം കഴിക്കുകയാണ്, അവിടെ ഒരാൾ ഏറെയും കുറവും, ഒരു ഉരുളന്റെ വലുപ്പം കുറച്ചും കൂടുതൽ, ഇതൊന്നും അളക്കാൻ നിൽക്കല്ല, അതൊക്കെ വിട്ടുകൊടുത്തേക്ക്. അവൻ 15 നിന്ന്, നീ 2 നിന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ അഷ്താത്തൻ, നമ്മൾ എല്ലാരും ഒരുമിച്ച് കഴിക്കാന്നല്ലേ പറഞ്ഞത്, അതിലങ്ങോട്ട് സഹിച്ചേക്കണം. അതൊന്നും പിന്നെ പ്രശ്നമാക്കല്ല കേട്ടോ, അതൊന്നും പിന്നെ ഫേസ്ബുക്കിൽ ഇടരുത്. 12 തിന്നവനെ കാണുക, ഫോട്ടോ വെച്ചിട്ടേ അതൊന്നും ഇടാൻ നിൽക്കണ്ട, അതൊക്കെ വിട്ടുകൊടുത്തേക്ക്. അതൊന്ന് കാര്യാക്കരുത്. അഷ്താത്തൻ എല്ലാം വളരെ സിമ്പിൾ വിഷയങ്ങൾ വരെ അപ്ലോഡ് ചെയ്യും. എന്തിനാ വെറുതെ ആ നെറ്റിലെ സ്പേസ് ഒഴിവാക്കുക? അതൊക്കെ വളരെ സബ്സ്റ്റൻഷ്യൽ മാറ്റർ വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നല്ലാതെ ആവശ്യമില്ല. അവനവന്റെ ഓരോ കുടുംബ പ്രശ്നങ്ങളൊക്കെ എടുത്തിട്ട് ഫോട്ടോ അതും അപ്ലോഡും വീഡിയോ ഒക്കെ ചെയ്യും. എന്താ ഈ വീഡിയോ? ഒരു കുട്ടി പാട്ട് കാണുമ്പോഴത്തെ ചാടുന്നതേ കൊടുക്കുള്ളൂ. ആ കുട്ടി ചാടുന്നത് ഉമ്മയും മാപ്പിയും കണ്ടാൽ പോരെ, എന്തിനാ അവിടെ നെറ്റിൽ സ്പേസ് വേണ്ടതിനൊക്കെ? അപ്പൊ നശിപ്പിക്കല്ല, അല്ലെങ്കിൽ അതും ദുരുപയോഗം ചെയ്യല്ല. ഇരിക്കട്ടെ. അപ്പോ അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ഒറ്റക്കോ കൂട്ടമായിട്ടോ ഭക്ഷണം കഴിച്ചോളൂ, അതിനൊന്നും വിരോധമില്ല. കൂട്ടമായിട്ട് ഭക്ഷണം കഴിച്ച്, ചില ആളുകൾ നല്ല വളവന്മാരുണ്ടാവും, നല്ല സുഹൃത്തുക്കളാണ് അല്ലേ? അപ്പോ ബസ് കയറി, അങ്ങനെ കണ്ടക്ടർ വരുന്നു, ഒരു സിറ്റി 5 രൂപ കൊടുത്തു. അപ്പൊ മറ്റേ ആള് മുമ്പില്, അല്ല ഞാൻ എന്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് ഇവിടെ നിന്ന് പറയാ, എന്റെ ഈ കൊടുത്തോന്ന്, എന്റെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാ. അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിഞ്ഞ് വർത്താനം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഇവര് പറയാം, നിന്റെ ബില്ലിങ് തന്നേക്ക് വേറെയാണ്. അതൊക്കെ ചീപ്പ് ഏർപ്പാടാണെന്നാണ്. എന്റേത് ഞാൻ കൊടുത്തോളാം, എന്ത് ചെയ്യാം? അത് കൂട്ടുകാരായി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാ, കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ആകാം. ഫ്രണ്ട്ഷിപ്പിന്റെ ചില വശങ്ങൾ അള്ളാഹ് പറഞ്ഞിരുമ്പോഴല്ലേ നമുക്ക് അതിന്റെ കൂലി കിട്ടുള്ളൂ. നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് സമാധാനമായില്ലേ? മാഷാ അള്ളാഹ്, ഒരു വിഷമം തോന്നും വേണ്ട. കല്യാണത്തിന് പോകുമ്പോഴൊക്കെ കുറച്ചാൾക്കാർ കൂടുതൽ കഴിക്കുന്നവര്, നേരത്തെ പറഞ്ഞ ശഅബ് ഇബ്നു ജുബൈർ എന്ന് പറഞ്ഞ തമ്മാഉൽ അറബ്, അദ്ദേഹം ഭയങ്കര തീറ്റപ്രിയനായിരുന്നു. താബീങ്ങളുടെ കാലത്ത് കഴിഞ്ഞു പോയ ആളാ. നേരത്തെ കിണറ്റിൽ വീണില്ലേ, കൈ കൊടുക്കാത്ത ആള്, എന്റെ കൈയ്യോട് കുടിച്ചോന്ന് പറഞ്ഞപ്പോ കൈയൊന്നു. ആ മനുഷ്യനും മകനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ സദ്യക്കിരിക്കുമ്പോ മകൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. ഒരു ഉരുള ഭക്ഷണം, 2 ഗ്ലാസ് വെള്ളം. ഇയാളാണെങ്കിൽ കിട്ടിയ ഭക്ഷണം നന്നായി തിന്നുന്ന ആളാണ്. പ്രശസ്തനാണ്. അബൂ ജഅഫർ അൽ മൻസൂറിന്റെ കൊട്ടാരത്തിൽ പോയ കഥയൊക്കെ ഉണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അപ്പോ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോ വാപ്പ മകനെ ഒരൊറ്റ അടി. എന്തിനാ വാപ്പ നിങ്ങളെന്നെ തല്ലിയതെന്ന് ചോദിച്ചു. നല്ല ഉഷാറുള്ള ചോറ് കൊണ്ടെന്ന് വെച്ചിട്ട് ഈ വെള്ളം കുടിച്ച് പള്ളം മുഴുവൻ നിറച്ചില്ലേ? അതില് പറഞ്ഞു, വാപ്പാ, ഈ വെള്ളം നല്ലോണം കുടിച്ചാല് വയറ് നല്ല വലുതായിട്ട് നന്നായി തിന്നാൻ പറ്റും, അതിനാണ് ഞാൻ ആ കുടിച്ചത്. അതിൽ അടുത്തടി വേറെ. ഇതെന്തേ വാപ്പ നിങ്ങൾ എന്നെ പഠിച്ചത്? ഇങ്ങനെ ഒരു ഇൽമ എന്റെ അടുത്ത് ഉണ്ടായിട്ട് എനിക്ക് ഇതുവരെ പറഞ്ഞില്ല. എത്ര കല്യാണം മിസ്സായി പോയി. കല്യാണത്തിന് വിളിച്ചാൽ ആൾക്കാർ നല്ലോണം തിന്നുന്ന ആൾക്കാരുണ്ടാവും, കുറച്ച് തിന്നുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ കല്യാണം നടത്തുന്ന ആൾക്കാർ സഹിച്ചേ പറ്റൂ. അതായി പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. യാ അല്ലാ, 500 ആൾക്ക് ചോറ് വെച്ചിട്ട് ചോറ് തേഞ്ഞില്ലാന്നോ ഇതൊന്നും പറഞ്ഞ അവിടെ പബ്ലിസിറ്റി ചെയ്യല്ല. 1 ആള് ചിലപ്പോ 10 ആള്, ചിലപ്പോ 100 ആള്, ചിലപ്പോ ചെറുപ്പക്കാർ ചെക്കന്മാരൊക്കെ കോളേജ് കുട്ടികളൊക്കെ എന്ത് ചെയ്യും, നേരെ വരും. അവർക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാട്ടിൽ അങ്ങനെയാണ്. ബൈക്കേറ്റ് വരും, അന്തസ്സിൽ വന്ന് വയറ് നിറച്ച് തിന്നു പോകും. അങ്ങനെയൊക്കെ കല്യാണം എത്രയോ കൊളാവുണ്ട്. അതൊന്നും ചെയ്തിട്ട് അത് ഹറാമാണ്. നിന്നെ ക്ഷണിച്ചിട്ടില്ല, അവിടെ പോകാൻ പാടില്ല.
അങ്ങനെ കല്യാണങ്ങൾ ഇടങ്ങാറാക്കിയ മനുഷ്യന്മാരെ 100 ആൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. 10-30 ആൾ കൂട്ടത്തിൽ കയറി വന്നു. ആർക്കെങ്കിലും സെൻസർ ചെയ്യാൻ പറ്റുമോ? ഇവിടെ എയർപോർട്ടിലെ പോലെ കീക്ക് അടിക്കാൻ പറ്റുമോ? ആരായി വന്നത്, ആരാ വിളിക്കപ്പെട്ടതല്ലാതെ ചോദിച്ചാൽ ഭയങ്കര കേസായില്ലേ? നമ്മുടെ കൂട്ടർ ആരാന്നോലും ചോദിച്ചു. അല്ലാഹ്, കല്യാണം മുടങ്ങാനാവും മതി. പിന്നെ അപ്പോ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. അന്യന്റെ ഭക്ഷണം പോയി തിന്നരുത് എന്നായി പറയുന്നത്. ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. നിങ്ങൾ അന്യായമായിട്ട് മറ്റുള്ളവന്റെ തിന്നാൻ പാടില്ല. നിങ്ങൾ വിളിക്കപ്പെട്ടോ, നിങ്ങൾക്ക് പൊരുത്തുള്ള സംഗതിയാണോ, തിന്നോളൂ. അടുത്തൊരു വിഷയം കൂടെ അല്ലാഹു തആല പറയാ, ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബഹ കദാലിക യുബയ്യിനുല്ലാഹു ലകുമുൽ ആയാതി ലഅല്ലകും തഅഖിലൂൻ. ഫഇദാ ദഖൽതും ബുയൂതൻ, നിങ്ങൾ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഫസല്ലിമു അലാ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ സലാം പറഞ്ഞേക്കണം. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ശരീരത്തോട്, ശരീരം എന്റെ കൂടെ അല്ലെങ്കിലേ ഉണ്ടല്ലോ. വീട്ടിൽ കയറി ചെല്ലുമ്പോ എന്നോട് ഒറ്റക്ക് അങ്ങനെ പറഞ്ഞിടന്നാ മതിയോ? ഇതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ മറ്റൊരാളിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവരോട് പറയുന്ന സലാം എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അല്ലാഹുവിന്റെ സലാം നിങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. ദുആയല്ലേ അത്? അത് നിങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങൾക്കും അതിന്റെ കൂലി കിട്ടുന്നുണ്ടല്ലോ. അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന സലാമ. തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബഹ, അല്ലാഹുവിൽ നിന്ന് ബറക്കത്തുള്ള അല്ലാഹുവിന്റെ ആ ഒരു ഗ്രീറ്റിംഗ്. തഹിയ്യ എന്ന് പറഞ്ഞ ഗ്രീറ്റിംഗ്, അല്ലാഹുവിന്റെ ഗ്രീറ്റിംഗ് അതം കൊടുത്തേക്കണം. ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ കയറി ചെന്നിട്ട് പിന്നെ അസ്സലാമു അലൈക്കും അല്ല, ചെല്ലുമ്പോഴേ സലാം പറഞ്ഞിട്ടും കയറിയേക്കും. മുമ്പ് അല്ലാഹു പറഞ്ഞതാണ്. 2 ആയത്തും കൂടെ കഴിഞ്ഞ് സൂറ അവസാനിപ്പിക്കുകയാണ്. നാം റിമൈൻഡ് ചെയ്യാണ്, സലാം പറയാൻ മറക്കരുത് കേട്ടോ. സല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബഹ കദാലിക യുബയ്യിനുല്ലാഹു ലകുമുൽ ആയാതി ലഅല്ലകും തഅഖിലൂൻ. അല്ലാഹു നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമാക്കി തരികയാണ്. സലാം പറയണം. ഒരു വിഷയം നമ്മൾ സലാമിലൂടെ മനസ്സിലാക്കേണ്ടത് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ദുആ ആണ്. അത് അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തും. നമ്മളൊരു ദിവസം 30 കോൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് റിസീവ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴും ഒരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും എന്നാ പറയേണ്ടത്. മറുപടി പറയണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇനി പറയുന്ന ആൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, മടക്കുന്ന ആള് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞു. ഇനി ഒരാൾ മുഴുവൻ അങ്ങ് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അത്രയേ ഉള്ളൂ. പിന്നെ വമഗ്ഫിറതുഹു വജന്നതുഹു അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതെന്തില്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സലാമിന്റെ ഭാഗത്തിൽപ്പെട്ടതല്ല. അങ്ങനെ ദ്വാരക്കിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് പറഞ്ഞാൽ അള്ളാന്റെ മലക്കുകൾ രേഖപ്പെടുത്തല്ലേ. നമ്മൾ ഫോൺ ചെയ്തു ഹലോ, അള്ളാന്റെ മലക്കുകൾ അപ്പം നോക്കും, പഠിച്ചോനെ ഈ ഹലോ എന്നതിന് കൂലി അള്ള വെച്ചിട്ടുണ്ടോ? നോക്കുമ്പോ കാണുന്നില്ല. ബോൺജൂർ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൻ, ഇതിനൊന്നും കൂലി അള്ള കുഴപ്പമൊന്നുമില്ല, മോശമല്ല. പക്ഷെ അതിന് കൂലി എഴുതേണ്ടതുണ്ടോ? ഇല്ല. അസ്സലാമു അലൈക്കും, യാ അല്ലാഹ്, ഒരു സലാം പറഞ്ഞു. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഒരു നന്മക്ക് 10 ആണ് കൂലി. കടക്കട്ടെ 10 കൂലിയായി. 10 കോള് വന്നാൽ 100 കൂലി കിട്ടിയ ഒരു ദിവസം. ഒരു ഇൻകമിങ് ഔട്ട് ഗോയിങ്ങും അങ്ങനെ 10 കിട്ടിയാൽ എത്രയായി? 20, 200 കൂലിയായി. എത്ര ഫോൺ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്? ഒരു അസ്സലാമു അലൈക്കും പറയാം. ആളുണ്ടോ അല്ലേ എന്നൊക്കെ അറിയാൻ ഹലോ എന്നൊക്കെ തുടങ്ങി കൂലി കുഴപ്പമില്ല. കഴിഞ്ഞാൽ പിന്നെ ഉടനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും, അള്ളാന്റെ രക്ഷങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഇത് സലാം പറഞ്ഞാൽ ഇന്ന് മനുഷ്യർ ഏറ്റവും സംസാരത്തിന്റെ കാലാണ് അല്ലെ. ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യാ അല്ലാഹ്, ശരാശരി ഒരു മനുഷ്യൻ ഒരു ദിവസം 4000-ലേറെ വാക്കുകൾ ഇങ്ങനെ ഫോണിലൂടെ പറയുന്നുണ്ട് ഈ ഫോണിന്റെ ആൾക്കാര്. പിന്നെ ഫോണുമ്പോ തന്നെ ഇത്തിക്കാഫിരിക്കുന്ന ആൾക്കാരല്ല ഈ പറഞ്ഞത്. 3-4 മണിക്കൂറൊക്കെ അങ്ങനെ വിളിച്ച്, നേരത്തെ പറഞ്ഞ കസേരട്ട് കൊടുത്ത് ഓടുന്ന നാട്ടിലെ ഫോൺ എടുത്ത ആൾക്ക് കസേരട്ട് വെച്ച് കൊടുക്കണം. ഈ ഇരുന്നേക്കണം കുറച്ച് കഴിഞ്ഞാൽ. അതിപ്പോഴും നിർത്താൻ പോണ കോളല്ല, നെറ്റാണ്. യാ അല്ലാഹ്, അങ്ങനെ ഇടങ്ങാറാക്കുന്നത് ചെയ്യരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കല്ല. സലാം പറയാ, സലാം പറഞ്ഞിട്ട് തുടങ്ങുക. വീട്ടിൽ കയറുമ്പോ സലാം പറയാ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സലാം. ആരോട്? വീട്ടുകാരോട്. ഇവിടെ ഉലമാ പഠിപ്പിക്കുകയാണ്, നമ്മളൊരു പുതിയ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നമ്മുടെ വീട് പണി കഴിഞ്ഞ് എഞ്ചിനീയർ കീ നമ്മുടെ കയ്യിൽ തന്നു. അൽഹംദുലില്ലാ, ആ പുരയ്ക്ക് കിടക്കുകയാണ്. അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നിങ്ങളാണ് ആദ്യം കിടക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടെ പറയണം, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറയാ. എന്നിട്ട്
വാതിൽ തുറന്ന് കടക്കുമ്പോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇതാണ് ആൾപ്പാർപ്പില്ലാത്ത പുരയ്ക്ക് ചെല്ലുമ്പോഴുള്ള സലാം. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇത് പരിചയമുള്ളൊരു വാക്കാണല്ലോ. എവിടെ ഉണ്ട്? അത്തഹിയാത്ത് ഓതുമ്പോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഒരു സ്റ്റോർ റൂം തുറക്കുകയാണ്. ഒന്നുമില്ല, അള്ളാന്റെ ജിന്നുകൾ ഉണ്ടാകാം, മലക്കുകൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, ആരുമില്ല എന്ന് വിചാരിക്കാം. അസ്സലാമു അലൈനാ, നമ്മുടെ മേൽ അള്ളാന്റെ രക്ഷ ഉണ്ടാകട്ടെ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാന്റെ സ്വാലിഹീങ്ങളായ മറ്റടിമകൾ, മനുഷ്യരാകാം, ജിന്നുകളാകാം, മലക്കുകളാകാം, ആരുമാകാം. അവിടെ വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സലാം പറഞ്ഞിട്ടേ കടക്കാവൂ. അത് ബറക്കത്താണ്, ബറക്കത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് നോക്കൂ. ഇദാ ദഖല അർ-റജുലു ബൈതഹു, ഒരാൾ വീട്ടിലേക്ക് കടക്കുമ്പോൾ ഫദകറല്ലാഹ ഇൻദ ദുഖൂലി, വീട്ടിൽ കടക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്താൽ, വഇൻദ തആമിഹി, ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്താൽ, ഖാല ശൈത്താൻ, പിശാച് വിളിച്ചു പറയും, ലാ മബീത ലക്കും വലാ അശാ, നിങ്ങൾക്ക് ഈ വീട്ടിൽ ഭക്ഷണമില്ല, നിങ്ങൾക്ക് ഇവിടെ താമസവും ഇല്ല എന്ന് പിശാച് തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കും. എന്തേ? പുരക്കാരൻ കടന്നു തന്നെ സലാം പറഞ്ഞിട്ടാണ്. പിന്നെ അവര് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി. അപ്പോ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ പിശാചത് തിന്നൂല, പിശാചിന് തിന്നാൻ പറ്റൂല. നിങ്ങൾ സലാം ചൊല്ലാതെ പുരക്ക് കിടന്നാൽ നിങ്ങളുടെ കൂടെ ആര് കിടക്കുന്നുണ്ട്? പിശാച് കൂടെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് പിന്നെ വീട്ടിൽ എന്നും കച്ചറയാണ്, പ്രശ്നം. എന്തേ സലാം പറയാതെ വീട്ടിൽ കിടക്കുന്നത്? പിന്നെ കാണുന്നത് മുഴുവൻ ദേഷ്യാണ്, പിന്നെ ഏറാണ്, പിടുത്തമാണ്, പിന്നെ കണ്ടതിനും തൊട്ടതിനൊക്കെ പരാതിയാണ്. എന്തേ വിഷയം? കയറുമ്പോ സലാം പറഞ്ഞോ? എത്ര ദുആകളുണ്ടെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വഖൈറൽ മഖ്റജി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വഖൈറൽ മഖ്റജ്, ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. ഒക്കെ ചൊല്ലാനുള്ളതാണ്. അല്ലാഹുവേ, നല്ല ഒരു പ്രവേശനം ഞാൻ നിന്നോട് ചോദിക്കാൻ. ഭാര്യന്റെ അടുത്ത് അടി കിട്ടരുത്, അതല്ല. അവിടെ പ്രശ്നം ഉണ്ടാവരുത്. വീട്ടിൽ ബറക്കത്ത് വേണം. അത് ആശ്വാസത്തിന്റെ വീടല്ലേ. ബൈത്ത് എന്ന് പറഞ്ഞ ആശ്വാസം കിട്ടേണ്ട സ്ഥല. ചെറുപ്പക്കാർക്ക് വീട്ടിൽ ഇത് കിട്ടാത്തപ്പോഴാ റോട്ടിലേക്ക് ഇറങ്ങുക. പാതിര നേരോളം റോട്ടിൽ നിന്നിട്ട് അവസാനം ഉറങ്ങാൻ വേണ്ടി അകത്തേക്ക് വരും. എന്റെ വീട്ടിന്റെ ഉള്ളിൽ യാതൊരു സമാധാനവും ഇല്ല. അവിടെ ചെന്നാൽ പരാതിയും പ്രശ്നങ്ങളും തല്ലും പിടുത്തവും ഇതൊക്കെ തന്നെയാ. എന്നാ പിന്നെ പുറത്തായിക്കൊള്ളാം. എന്തേ ഇങ്ങനെയൊക്കെ ഒഴിവായി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സലാം പറയണം. അസ്സലാമു അലൈക്കും എന്ന് പറയാം. വീട്ടിൽ കയറി ദുആ ചൊല്ലാൻ സമയം കിട്ടൂല. വാതിൽക്കൽ തന്നെ ദുആ ഇറക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വഖൈറൽ മഖ്റജ്, ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. ഇത് ചൊല്ലണം. മറ്റൊരു ഹദീസിലുണ്ട്, സൂറത്ത് ഖുൽ ഹുവല്ലാഹു അത് പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്വഹാബി വന്ന് പറഞ്ഞു, നബിയെ, പൈസല്ല നബിയെ, ഭയങ്കര ദാരിദ്ര്യമാണ്, പൈസല്ല നബിയെ, ദാരിദ്ര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോ വീട്ടുകാരോട് സലാം പറയാ. കയറിയ ഉടനെ ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുകയും ചെയ്യുക. ഫഅദറല്ലാഹു അലൈഹിൽ മാൽ ഹത്താ ഫാദ അലാ ജിറാനിഹി. ആ ഹദീസിൽ മഹാന്മാർ പഠിപ്പിക്കുകയാണ്, അയാൾക്ക് അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു, അയൽവാസികൾക്കും കിട്ടി ഒരുപാട് സമ്പത്ത്. എങ്ങനെ? ഓരോ തവണ വീട്ടിൽ കയറുമ്പോഴും ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്. അൽ ബഖറ ഓതാനാ പറഞ്ഞതെങ്കിൽ നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞേനെ അല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ് സൂറ ഇത്ര ഓതാൻ എളുപ്പമുള്ള സൂറ. അപ്പൊ ഇങ്ങനെ സുന്നത്തുകളുണ്ട് വീട്ടിൽ കയറുമ്പോൾ. അത് വീട്ടിന്റെ ഉള്ളിൽ അസ്വാരസ്യങ്ങൾ ഇല്ലാതിരിക്കാനാണ്, അവിടെ റാഹത്ത് ഉണ്ടാവാനാണ്. ഒരു സദസ്സിലേക്ക് കയറുമ്പോൾ സലാമിനെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അസ്സലാമു അലൈക്കും പറഞ്ഞതിന്റെ ഒരു താല്പര്യം കൂടെ അതാണ്. അസ്സലാമു അലൈക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഞാനും നിങ്ങളുമുള്ള ഈ ഇടപഴക്കത്തിൽ നിങ്ങളുടെ ഒരു മോശവും ഞാൻ പറയാൻ പോകുന്നില്ല. എന്റെ വശത്ത് നിന്ന് ഒന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഗ്യാരണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്ന അസ്സലാമു അലൈക്കും. നിങ്ങൾ എന്നിൽ നിന്ന് സുരക്ഷിതരാണ്. ഇനി പ്രസംഗം അവസാനിപ്പിക്കുമ്പോഴും ഞാൻ പറയുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞു. നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്തും നമീമത്തും പറയണ്ട. നിങ്ങൾ എന്നിൽ നിന്ന് സുരക്ഷിതരാൻ, നിങ്ങളെന്ന് ഞാനും സുരക്ഷിതനാണ്. നമ്മൾ ആരും ആരെയും വേദനിപ്പിക്കൂല. ഇത് ഗ്യാരണ്ടിയാണ്. ഇത് പറഞ്ഞിട്ട് ഒരു സദസ്സിലേക്ക് വരുന്ന അസ്സലാമു അലൈക്കും, ഈ പറഞ്ഞതിനർത്ഥം എന്താ? ഞാൻ വരുന്നുണ്ട് കേട്ടോ, എന്നെ കൊണ്ടൊരു ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ, അത് ഉറപ്പിച്ചോളൂ. ഇങ്ങനെ വരുന്ന ആൾക്കാർ വിത്തനുണ്ടാക്കി പോയാൽ എന്ത് ചെയ്യും? അതാണ് ഇസ്ലാമിന്റെ സലാം. എന്തൊരു മഹത്തരമാണ്.
ഒരു സദസ്സിൽ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ സലാം പറയണം, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അല്ലെങ്കിൽ അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, സന്മാർഗം സ്വീകരിച്ചവർക്ക് രക്ഷ ഉണ്ടാകട്ടെ. മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ അവിടെ കോട്ടക്കൽ ആര്യവേദശാലയുടെ പ്രോഗ്രാമിന് വന്ന സമയത്തുള്ള ഒരു അനുഭവം പറഞ്ഞത്, അവിടെ ഒരുപാട് അമുസ്ലിമീങ്ങളെ വൈദ്യരും കുറെ വാര്യന്മാരും ഒരുപാട് മറ്റു അമുസ്ലിമീങ്ങളൊക്കെ ഉള്ള സദസ്സാണ്. തങ്ങളുടെ സംസാരത്തിന് നേരം തങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മ, ആ സലാം, അവിടെ നമസ്കാരന്റെ കൂപ്പുകൈ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. നമ്മുടെ സ്വന്തം ആൾക്കാർ ജയ് ഹിന്ദു എന്ന് പറഞ്ഞ് കൈയടിച്ചിട്ട് പ്രസംഗം അവസാനിപ്പിക്കുക. മുസ്ലിമീങ്ങളാണ് അസ്സലാമു അലൈക്കും പറ, നീ അസ്സലാമു അലൈക്കും പറഞ്ഞു തുടങ്ങ്. നിന്റെ മുമ്പിൽ മുസ്ലിം ഒരാളുണ്ടോ, ആ സലാം അയാൾക്ക് കിട്ടൂലേ? നിന്റെ നമസ്കാരം കൂപ്പുകയും നിന്റെ ഈ മുഷ്ടിയൊക്കെ ആർക്ക് വേണം? അത് ആർക്ക് ഉപകാരപ്പെടും? അസ്സലാമു അലൈക്കും. തങ്ങളുടെ ആ ഒരു ഭയങ്കര സംഭവം. ആ ഒരു സദസ്സിൽ മുസ്ലിങ്ങളുണ്ട്, കോട്ടക്കൽ അങ്ങാടിയല്ലേ, അമുസ്ലിമീങ്ങൾ ധാരാളമുണ്ട്. ആ പരിപാടി ആര്യവേദശാലയുടെ പ്രോഗ്രാം, യാ അല്ലാഹ്, അതിന്റെ ഒരു വാർഷിക പരിപാടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, തങ്ങളുടെ ആ ശൈലിയിൽ സലാം പറഞ്ഞിട്ട് തന്നെ തുടങ്ങുന്നത്. യാ അല്ലാഹ്, സലാം പറയും. അള്ളാഹുവിന്റെ രക്ഷക്കുള്ള പ്രാർത്ഥനയാണ്, അത് മുഅ്മിനീങ്ങൾക്ക് ലഭിക്കണം. ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹ് മുബാറകതൻ ത്വയ്യിബ. സലാം എന്ന് പറഞ്ഞത് മുബാറക്കാണ്, ബറക്കത്തുള്ളതാണ്. ത്വയ്യിബ, ഏറ്റവും പരിശുദ്ധമാണ്. അതിലും നല്ലൊരു ഗ്രീറ്റിംഗ് നമുക്ക് ഒരാൾക്കും കൊടുക്കാൻ പറ്റൂല. ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞോളി, ശുഭ പ്രഭാതം ഉണ്ടാകട്ടെ എന്നൊരു ആശംസ തന്നെയാണത്, അല്ലെ? ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞാൽ അതന്നെ ഒരു നല്ല ഒരു ആഫ്റ്റർനൂൺ ഉണ്ടാകട്ടെ എന്നൊക്കെ, അല്ലെങ്കിൽ വൈകുന്നേരം രാത്രി എന്നൊക്കെ ആകട്ടെ. പക്ഷേ മുസ്ലിമീങ്ങൾ പറയേണ്ടത് എന്താ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സലാം നല്ലോണം വർദ്ധിപ്പിക്കും മുഅ്മിനീങ്ങളെ. സ്വന്തം ഗ്രൂപ്പുകാർക്ക് മാത്രം സലാം പറയുന്ന കാലാണ്. സ്വന്തം ഗ്രൂപ്പുകാർക്കും അല്ലാത്തോടും ഉണ്ടാകുന്ന ഓ ഇസ്ലാം ആരെ ഇസ്ലാം എന്ന് ഓർത്ത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിലുള്ള മുസ്ലിമീങ്ങളോട് മറ്റൊരു ഗ്രൂപ്പുകാരൻ പറയാൻ സലാം പറയാൻ പാടില്ല. മൂപ്പരെ പിന്നെ നിസ്കാരം ശരി, എന്തേ പ്രശ്നം? മൂപ്പരെ നമ്മളാൾ അംഗീകരിക്കലില്ല. യാ അല്ലാഹ്, അള്ളാന്റെ ദീനല്ലേ നമ്മളിപ്പോ. അഫ്ശു സലാം, സലാം പറഞ്ഞേക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കൊതിച്ചു പോവുകയാണ്, ഞാൻ പറയുന്ന സലാം ആരും മടക്കാതിരിക്കട്ടെ. അപ്പൊ ആൾക്കാർ, പടച്ചോനെ നിങ്ങളെ സലാം മടക്കാതിരിക്കേ? അതെ, നിങ്ങൾ മടക്കാതിരുന്നാൽ അള്ളാഹു എനിക്കതിന് മറുപടി പറഞ്ഞുതരും. അള്ളാഹുവിന്റെ സലാം എനിക്കുണ്ടാവും. ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടേതല്ലേ കിട്ടുന്നുള്ളൂ, എനിക്ക് അള്ളാന്റെ മറുപടി കിട്ടും. ഞാൻ കൊതിച്ചു പോകാറുണ്ടെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അഫ്ശു സലാം, തന്റെ പരിചയക്കാരോട് മാത്രം സലാം പറയുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളാണ് ഈ വരുത്തി വെക്കുന്നത്. സ്വന്തം അനുയായികൾ, നമ്മൾ മെമ്പർഷിപ്പ് ഉള്ള ആളോട് മാത്രം സലാം പറഞ്ഞാൽ മതി. എന്ത് ദീനാ ഇത്? എന്ത് ദീനാണ്? ദീനാണോ